നമ്മള് നമ്മുടെ ഓറിയന്റേഷൻ സെഷന്റെ 3-ാം ഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ സെഷനിൽ നമ്മളെല്ലാവരും പരസ്പരം മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഇഗ്നോ എന്താണ്, ഇഗ്നോന്റെ വേരിയസ് പ്രോസസ്സുകൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്ന സെഷനിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. ലേൺ വിത്ത് ലേൺ വൈസ്. ലേൺ വൈസിനോട് കൂടി നിങ്ങൾ എന്താണ് ലേൺ ചെയ്യാൻ പോവുകയാണ് ഞങ്ങളോടൊപ്പം, അല്ലെങ്കിൽ നമ്മുടെ ലേൺ വൈസിനോടൊപ്പം നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ എഡ്യൂക്കേഷനിലോട്ട് നിങ്ങൾ പഠിത്തത്തിലോട്ട് അല്ലെങ്കിൽ സ്റ്റഡീസിലോട്ട് നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോ തുടക്കത്തിലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ ഇല്ലാണ്ട് കടന്നു ചെല്ലുന്നത് ശരിയല്ല. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളും ഓരോ സബ്ജക്റ്റിലും, അതായത് നമ്മളിപ്പോ നിങ്ങൾക്ക് സെമസ്റ്റർ സിസ്റ്റം ആണ് എക്സാം വരുന്നത്. ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് ഉള്ള സബ്ജക്ട്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും ആ സബ്ജക്ട്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനുള്ളതാണ് ഇന്നത്തെ സെഷൻ. അപ്പോൾ എല്ലാ സെഷനിലെയും പോലെ തന്നെ ഞാൻ ഇന്നത്തെ സെഷനിലേക്കും നമ്മളുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് അല്ലെങ്കിൽ ലേണേഴ്സിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ കൂടെ, അതായത് എന്നെ ഒട്ടുമിക്ക പേർക്ക് അറിയാൻ തോന്നുന്നു, നമ്മൾ ഫസ്റ്റ് സെഷനിൽ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് രാഖി മാം എന്നാണ്. എന്നോടൊപ്പം തന്നെ ഇന്നത്തെ യാത്രയിൽ എൻ്റെ കൂടെ സ്നേഹ മാം ഉണ്ട്. സ്നേഹ മാം ആയിരിക്കും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. അതിനോടൊപ്പം തന്നെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ വാണി മാം അവൈലബിൾ ആണ്. വാണി മാം ഉണ്ട്, നമുക്ക് ദുർഗ മാം ഉണ്ട്, സാൻഡ്ര മാം ഉണ്ട്, കീർത്തന മാം. ഇവരെല്ലാവരുടെയും സാന്നിധ്യം ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ സെഷനിൽ നിങ്ങൾ നിങ്ങളുടെ സിലബസിനെ കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ പഠിത്തത്തിന്റെ ആദ്യ പടിയാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. വളരെ വ്യക്തമായിട്ട് ഈ വർഷമുള്ള സിലബസുകൾ അല്ലെങ്കിൽ ഈ സെമ്മിലുള്ള ഈ 6 മാസ കാലയളവിൽ നിങ്ങൾക്കുള്ള സിലബസുകൾ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേൾക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റിനെ കുറിച്ചിട്ടും നിങ്ങളുടെ ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണ്, ഇവാലുവേഷൻ സിസ്റ്റം എങ്ങനെയാണ്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ചോദ്യം ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മളൊരു സ്ലോട്ട് അല്ലെങ്കിൽ ഒരു ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്കുള്ള ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ഇപ്പോ നിങ്ങൾ ശ്രദ്ധാപൂർവം സ്നേഹ മാം പറയുന്നത് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെങ്കിലും റേസ് ചെയ്യാം. അപ്പൊ ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, ജോയിൻ ചെയ്യുന്നവര് മ്യൂട്ട് ചെയ്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെഷൻ നിങ്ങളുടെ ഡൗട്ട്സ് എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മളൊരു സെഷൻ തരുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്നത്തെ സെഷനിൽ നമ്മൾ നമ്മുടെ സിലബസിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സിലബസ് എന്താണെന്നുള്ളതും ഇന്ന് ഓവറോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ഔട്ട് ചെയ്ത് തരാം. ഓക്കെ, എല്ലാവരും എനിക്ക് എന്റെ സ്ക്രീൻ കാണാമെന്നും എന്നെ കേൾക്കാമെന്നും എന്നെ കാണാമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ BBA പ്രോഗ്രാം സ്ട്രക്ചർ എന്താണെന്ന് പറയുന്നുണ്ട്. കോമ്പോസിഷൻ ഓഫ് കോഴ്സസ്, നമ്മുടെ കോഴ്സസിന്റെ ഒക്കെ കോമ്പോസിഷൻ എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സിലബസിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതായത് നമുക്ക് സെമസ്റ്റർ സിസ്റ്റം ആണ്. ആദ്യത്തെ 6 മാസത്തിൽ നമ്മൾ പഠിക്കുന്ന കോഴ്സസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സിസ്റ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് എന്തൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റ്സ് ആൻഡ് ഇവാലുവേഷൻ. നമ്മുടെ പ്രോഗ്രാം കംപ്ലീഷന് വേണ്ടിയിട്ട്, നമ്മുടെ BBA എന്ന് പറയുന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെന്റ്സ്, എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഇവാലുവേഷൻ പോകുന്നത് എന്നുള്ളത്, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും 4 ഘടകങ്ങളാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് തുടങ്ങാം. ബേസിക് എന്ന് പറയുമ്പോൾ പ്രോഗ്രാം കോഡ് BBA. എപ്പോഴും ആലോചിക്കുക, നിങ്ങളുടെ പ്രോഗ്രാം കോഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സ്റ്റക്കായി നിൽക്കരുത്. നിങ്ങളുടെ പ്രോഗ്രാം കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് BBA എന്നാണ്. ഈ BBA എന്ന് പറയുന്ന കോഴ്സ് ഓഫർ ചെയ്യുന്നത് ഇഗ്നോയുടെ കീഴിൽ തന്നെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ് BBA എന്ന് പറയുന്ന പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ പ്രോഗ്രാം വേഴ്സസ് കോഴ്സ് ടെർമിനോളജി എന്താണ്, നമ്മുടെ പ്രോഗ്രാം വേഴ്സസ് കോഴ്സ് ടെർമിനോളജിയിൽ നമ്മൾ എന്താണ് നമ്മുടെ പ്രോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് പറയുന്നത്. പ്രോഗ്രാം എന്ന് പറയുന്നത് BBA എന്നുള്ളതാണ് പ്രോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റുകൾ, നമ്മൾ പണ്ടൊക്കെ നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഇന്ന കോഴ്സ് പഠിക്കുകയാണെന്ന് പറയും. പക്ഷെ ഇവിടേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ BBA എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പഠിക്കുന്ന സബ്ജക്ട്സുകളെയാണ് നമ്മൾ കോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈച്ച് കോഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ്. ഓരോ കോഴ്സിലും ബ്ലോക്സ് ഉണ്ട്, യൂണിറ്റ്സ് ഉണ്ട്. ഓരോ ബ്ലോക്കിന്റെ ഉള്ളിലും ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓരോ ചാപ്റ്ററിന്റെ ഉള്ളിലും നിങ്ങൾക്ക് എന്താണ് സബ് ടോപ്പിക്സുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് പഠിച്ചു തുടങ്ങിയപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ SLM ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബ്ലോക്കുകൾ കിടക്കുന്നത് കാണാം. അപ്പൊ ഈ 4 ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഓരോ ബ്ലോക്കിന്റെ ഉള്ളിലും നിങ്ങൾക്ക് എന്താണ് സബ്ജക്ട്സുകൾ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും പഠിക്കാനായിട്ട്. നിങ്ങൾക്ക് ഓരോ യൂണിറ്റ്സുകൾ ബ്ലോക്കിന്റെ ഉള്ളിൽ നിശ്ചിത നമ്പർ ഓഫ് യൂണിറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഒരു 5ഓ 4ഓ യൂണിറ്റ്സുകൾ ചേർന്നിട്ടാണ് ഒരു ബ്ലോക്ക് ഫോം ചെയ്യുന്നത്. വാട്ട് ഡസ് ക്രെഡിറ്റ് മീൻ? എന്താണ് ക്രെഡിറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, എന്താണ് ഈ ക്രെഡിറ്റ് സിസ്റ്റം എന്നുള്ളത്. ക്രെഡിറ്റ് ഹിൻസ് ടു ദ വെയിറ്റേജ് ഓഫ് ഈച്ച് കോഴ്സ് ഇൻ ദ പ്രോഗ്രാം. ക്രെഡിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ പ്രോഗ്രാമിന്റെയും വെയിറ്റേജ് ആണ്. അതായത് ഓരോ സബ്ജക്ട് പഠിക്കാനായിട്ടും നിങ്ങൾ എത്ര സമയം, അല്ലെങ്കിൽ അത് പഠിപ്പിക്കാനായിട്ട്, അത് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൽ ഓരോ ഭാഗത്തിനും നിങ്ങൾ എത്രമാത്രം ടൈമാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ആ സമയം എത്രമാത്രം അതിന് കൊടുക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ആ സബ്ജക്റ്റിന്റെ വെയിറ്റേജ് വരുന്നത്. അപ്പൊ ഒരു ക്രെഡിറ്റ് ഉള്ള ഫോർ എക്സാമ്പിൾ ഒരു സബ്ജക്റ്റിന് 1 ക്രെഡിറ്റ് ആണെന്നുകൊണ്ട് ഉദ്ദേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ 1 ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ സബ്ജക്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഏകദേശം 30 മണിക്കൂർ അല്ലെങ്കിൽ 30 hours ഓഫ് സ്റ്റഡി നിങ്ങൾക്ക് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ക്രെഡിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ആ സബ്ജക്ട് പഠിക്കാനായിട്ടുള്ള സമയം കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനർത്ഥം ആ സബ്ജക്റ്റിന് കൂടുതൽ വെയിറ്റേജ് ആവശ്യമാണ് എന്നുള്ളതാണ്. പ്രോഗ്രാം ഈസ് ഓഫ് 3 years ഡ്യൂറേഷൻ. നിങ്ങളുടെ BBA എന്ന് പറയുന്ന പ്രോഗ്രാം 3 വർഷത്തെ ഡ്യൂറേഷൻ ആണുള്ളത്. ബട്ട് ഫ്ലെക്സിബിലിറ്റി ടു കംപ്ലീറ്റ് വിത്തിൻ 6 years. നിങ്ങൾക്ക് ഇനി 6 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 6 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കുക, 3 വർഷം കൊണ്ട് തന്നെ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മൾ കൂടുതൽ സമയം എടുക്കും തോറും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര കൂടുതൽ നമുക്ക് എന്തായിരിക്കും അകലങ്ങളിലേക്ക് പോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. സെമസ്റ്റർ ബേസ് ആണ് എക്സാം വരുന്നത്. ഒരു 6 മാസം കൂടുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, എക്സാം വരുന്നത്. ഇനി നിങ്ങളുടെ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, നിങ്ങളുടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാമിന്റെ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ല. അപ്പോ നിങ്ങൾക്ക് അവിടെ എന്തോ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് 24 കോഴ്സസോളും നിങ്ങൾക്ക് 120 ക്രെഡിറ്റ്സും ആണ് നിങ്ങൾക്ക് എന്തുള്ളത് ടോട്ടല് ഉള്ളത്. അതായത് 24 സബ്ജക്ട്സുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 220 ക്രെഡിറ്റ്സ് ആണ് ടോട്ടൽ ആയിട്ട് വരുന്നത്. 16 കോർ പേപ്പേഴ്സ് ആണുള്ളത്. 2 എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണുള്ളത്. 2 സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട്. ഇനി എന്താ പറയുന്നത്, 2 മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് ഉണ്ട്. ഒരു വാല്യൂ അഡീഷൻ കോഴ്സ് ഉണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് ഉണ്ട്. ഇനി സിലബസ് ഓവർവ്യൂ, BBAയുടെ സിലബസ് ഓവർവ്യൂ ഇവിടെ തൊട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമുക്ക് BBAയില് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് 24 കോഴ്സസ് ആണ് നമ്മളിപ്പോ കേട്ടല്ലോ. സിലബസിൽ വരുന്നത് നമുക്ക് ടോട്ടൽ BBAയിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 കോഴ്സസ്, അതായത് 24 സബ്ജക്ട്സ് ആയിരിക്കും വരുന്നത്. നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ്സ് അതായത് 120 × 30 hours ആണ് നമ്മൾ ഈ ഒരു ഹോൾ പ്രോഗ്രാം, അതായത് BBA എന്ന് പറയുന്ന പ്രോഗ്രാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരിക. അതില് നമുക്ക് നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇയർ വൈസ് ആണ്, 3 ഇയർ കൊണ്ടാണ്. ഈ 3 ഇയർ കൊണ്ട് പഠിക്കേണ്ട, അതായത് 3 yearsനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന സബ്ജക്ട്സിന്റെ എണ്ണമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 24 കോഴ്സസും പിന്നെ നമ്മളുടെ ടോട്ടൽ ക്രെഡിറ്റ്സ്, അതായത് ഹോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 120 ക്രെഡിറ്റ്സ് വേണം. അതായത് 120 × 30 hours വേണം. നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് നമുക്ക് എന്താണ് 3 years ആണെന്ന് പറഞ്ഞു. ആ 3 yearsൽ ഓരോ ഇയേഴ്സിലെയും എത്ര കോഴ്സസ് എത്ര ക്രെഡിറ്റ്സ് വേണമെന്ന് നോക്കാം. ടോട്ടൽ നമുക്ക് 3 years ഉണ്ട്. ഈ 24 സബ്ജക്ട്സിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 8 കോഴ്സസ് വെച്ചായിരിക്കും ഓരോ ഇയേഴ്സിലും പഠിക്കുന്നത്. അതായത് ഇയർ 1ൽ നമ്മൾ 8 കോഴ്സസ് പഠിക്കുന്നു, ഇയർ 2ൽ 8 കോഴ്സസ്, ഇയർ 3ൽ 8 കോഴ്സസ്. അങ്ങനെ ടോട്ടൽ 40 ക്രെഡിറ്റ്സ്, അതായത് 40 × 30 hours ആയിരിക്കും ഓരോ ഇയറിലും നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരിക. അതായത് നമുക്ക് ഇയറിൽ എന്താണ് 8 കോഴ്സസ് വെച്ച് വരുന്നു. അതിനെ നമ്മൾ വീണ്ടും സെം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുന്നേ ഉള്ളൂ.
അപ്പം ഇയർ 1 അതായത് നമ്മൾ ഇപ്പൊ പഠിക്കുന്ന ഇയറിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ 8 കോഴ്സസ് അതായത് 8 സബ്ജക്ട്സ് ആയിരിക്കും. ടോട്ടൽ 40 ക്രെഡിറ്റ്സ് അതായത് 40 × 30 അവേഴ്സ് ആയിരിക്കും നമുക്ക് വേണ്ടി വരിക ഈ ഒരു ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇയർ 2 8 കോഴ്സസ് ആണ്, ഇയർ 3 8 കോഴ്സസ് ആണ്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഇയർ അതായത് നിങ്ങൾ ഇപ്പം ഇനി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന അതായത് ഇപ്പം നമ്മൾ കോഴ്സ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്നത് 2 സെമസ്റ്ററിൽ കൂടെ ആയിരിക്കും. അതായത് ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം നമ്മൾ സെമസ്റ്റർ വൈസ് ആണ് എക്സാംസ് എഴുതുന്നത്. ഇയർലി പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ സെമസ്റ്റർ വൈസ് ആണ് എക്സാംസ് എഴുതുന്നതും നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതും എല്ലാം സെമസ്റ്റർ വൈസിലായിരിക്കും. അപ്പം നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ 4 സബ്ജക്ട്സും സെക്കൻഡ് സെമസ്റ്ററിലും 4 സബ്ജക്ട്സ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അതിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ സബ്ജക്ട്സ് ഒന്ന് നോക്കുക. എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ്, ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. ഇത് ഇത്രയും ആയിരിക്കും ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ വരുമ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ബിസിനസ് ലോ, എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ബിസിനസ് എത്തിക്സ്. ഇതിന്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഇനി ഒരു കാര്യം കൂടെ അവിടെ നോക്കേണ്ടത്, ഇതിന്റെ ഒക്കെ ഇപ്പുറത്ത് നിങ്ങൾ കണ്ടോ BCOC 131, BCOC 133 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഇത് അല്ലെങ്കിൽ VE, VAE എന്നൊക്കെ. ഇതാണ് നമ്മുടെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത്. കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഈ ഒരു കോഡ് 181, 136 എന്നൊക്കെ പറഞ്ഞു കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മുടെ കോഴ്സ് കോഡ്. കോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോഴ്സ് നെയിം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു എൻവയോൺമെന്റൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിന്റെ നെയിമിനെയാണ് നമ്മൾ കോഴ്സ് എന്ന് പറയുന്നതും ബാക്കി നമ്മൾ ഈ 181, 136 എന്ന് പറയുന്ന കോഴ്സ് കോഡ്. ഇത് രണ്ടും നമ്മൾ നല്ലവണ്ണം അതായത് വെറുതെ പേര് നമ്മൾ സാധാ പണ്ട് ഡിഗ്രിക്കൊക്കെ പറയുന്ന പോലെ ഇത് മാത്രമല്ല, കോഡിനും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് നമ്മുടെ കോഴ്സിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആൻസർ ബുക്കുകൾ അതായത് നമ്മളുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പേജ് ഒക്കെ ഫില്ല് ചെയ്യുന്ന സമയത്തെല്ലാം ഈ കോഡ് ആയിരിക്കും മിക്കയിടത്തും നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പം ഇതും കൂടെ നമ്മളൊന്ന് നോട്ട് ചെയ്ത്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ട് പേര് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് സബ്ജക്ട് അതായത് നമ്മൾ സെമസ്റ്റർ 1 ഫസ്റ്റ് സബ്ജക്റ്റ് ആയ എൻവയോൺമെന്റൽ സ്റ്റഡീസ്. കോഡ് പറഞ്ഞു BE VAE 181 എന്നാണ് കോഡ് പറയുന്നത്. നമുക്ക് ഈ എൻവയോൺമെന്റൽ സ്റ്റഡീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കമ്പൽസറി കോഴ്സ് ആണ്. അത് നിങ്ങൾക്ക് BBA എന്ന് മാത്രമല്ല BBA, BCom, BA ഏത് ഡിഗ്രിക്കാർസും ഒരു ഫസ്റ്റ് സെമ്മിൽ വരുന്ന ഒരു കോമൺ പേപ്പർ അല്ലെങ്കിൽ ഒരു കമ്പൽസറി കോഴ്സ് ആയിട്ട് സബ്ജക്റ്റ് ആയിട്ട് പറയാം എൻവയോൺമെന്റൽ സ്റ്റഡീസിനെ. ആ എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പേര് പറയുന്ന പോലെ തന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസ്, എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനെ ഡീൽ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അതിന്റെ അവയർനെസ്, ഇഷ്യൂസ്, അതിന്റെ കോസസ്, അങ്ങനെയുള്ള അൺസസ്റ്റൈനബിൾ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ, അതായത് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ കോസസും അല്ലെങ്കിൽ റെമഡീസ് അങ്ങനത്തെ കാര്യങ്ങൾ, അതിനെ പറ്റിയുള്ള അവയർനെസ്സും ഡീറ്റെയിൽസും ആയിരിക്കും ഈ ഒരു സബ്ജക്റ്റിൽ കൂടുതലായിട്ട് നമ്മൾ ത്രൂ ഔട്ട് പഠിക്കാം. അത് മാത്രമല്ല ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് അല്ല നമ്മൾ ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത്. നമുക്ക് ബാക്കി എല്ലാ സബ്ജക്ട്സും തന്നെ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ബട്ട് ഇതിന് മാത്രം എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. OMR ഷീറ്റ് ആണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. 50 മാർക്സ് ആണ് മാക്സിമം വരുന്നത്. അതിൽ 18 മാർക്സ് വേണം നമുക്ക് പാസ്സാകാൻ എന്ന രീതിയിലായിരിക്കും ഫോളോ ചെയ്ത് വരുന്നത്. ഇതിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അതായത് ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 4 ക്രെഡിറ്റ്സ് വേണം. അങ്ങനെ ടോട്ടൽ 4 × 30 അവേഴ്സ് ആണ് ഈ ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ബ്ലോക്ക് വൈസ് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, രാഗിമാം പറഞ്ഞായിരുന്നു എന്താ, നമുക്ക് ഇതിനെ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ഒരു സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്ത്, അതായത് ഒരു പർട്ടിക്കുലർ കുറച്ച് യൂണിറ്റ്സ് എല്ലാം കൂടെ വന്ന് ഒരു ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ബ്ലോക്കിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു, യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ആ ഒരു നമ്മുടെ ഹോൾ സ്ട്രക്ചർ പോകുന്നത്. അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ്. അതിൽ വരുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് 3 യൂണിറ്റ്സ് ആയിരിക്കും വരുന്നത്. അതിൽ അവർ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നു, എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നു, ദെൻ മേജർ എക്കോസിസ്റ്റംസ് ഏതൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നു. ദെൻ ബ്ലോക്ക് 2 നോക്കുമ്പോൾ നാച്ചുറൽ റിസോഴ്സസ് ആണ് പറയുന്നത്. അപ്പൊ നാച്ചുറൽ റിസോഴ്സസിന്റെ ഹോൾ ഡീറ്റെയിൽസ് ആയിരിക്കും ആ ഒരു ബ്ലോക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. യൂണിറ്റ് 4 ലാൻഡ് ആൻഡ് വാട്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. യൂണിറ്റ് 5 വരുമ്പോൾ ഫോറസ്റ്റ് ആൻഡ് റിസോഴ്സസ് പറയുന്നു. ദെൻ ബയോഡൈവേഴ്സിറ്റി, വാല്യൂ ആൻഡ് സർവീസസ് പറയുന്നു, എനർജി റിസോഴ്സസിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ 4 യൂണിറ്റുകളാണ് ബ്ലോക്ക് 2 വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് 3 ആണ്.
ബ്ലോക്ക് 3 വരുമ്പോൾ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് ആണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതില് മെയിൻ ആയിട്ട് 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റി, അതിന്റെ ത്രെഡ്സ്, കൺസർവേഷൻസ്, ഇതായിരിക്കും യൂണിറ്റ് 8 ഡിസ്കസ് ചെയ്യുക. ദെൻ യൂണിറ്റ് 9 വരുന്ന സമയത്ത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ അല്ലെങ്കിൽ ഹസാർഡ്സ്, അതായത് എൻവയോൺമെന്റിലെ നമുക്കറിയാം എന്താണ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന പൊല്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പം ആ പൊല്യൂഷൻസ് ഏതൊക്കെയാണ്, അതിന്റെ ഡീറ്റെയിൽസ്, ഹസാർഡ്സ്, എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്, അതൊക്കെ യൂണിറ്റ് 9 ഡിസ്കസ് ചെയ്യുന്നു. ദെൻ യൂണിറ്റ് 10 വരുമ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ്, നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്താ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് കൺട്രോൾസും കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത പോർഷൻസ് ആയിരിക്കും അതിൽ വരുന്നത്. ദെൻ യൂണിറ്റ് 11 വരുമ്പോൾ ഗ്ലോബൽ എൻവയോൺമെന്റ് ഇഷ്യൂസ്, അതായത് ഗ്ലോബൽ വൈസ് നോക്കുമ്പോൾ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അതായിരിക്കും ആ ഒരു പോർഷൻ. ദെൻ ബ്ലോക്ക് 4 വരുമ്പോൾ നോക്കുന്നത് പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസ്, അതായത് നമ്മളുടെ എൻവയോൺമെന്റൽ പോളിസീസിനെ അല്ലെങ്കിൽ പ്രാക്ടീസസിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത പോർഷൻസ് ആയിരിക്കും. അതിൽ മെയിൻ ആയിട്ട് എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻ പറയുന്നുണ്ട്, ലെജിസ്ലേഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ടേംസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. ദെൻ ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ദെൻ എൻവയോൺമെന്റൽ എത്തിക്സിനെ കുറിച്ച് പറയുന്നു, അതായത് എത്തിക്സ് എന്താണ്, എൻവയോൺമെന്റൽ എത്തിക്സ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആക്കേണ്ടത്, ഇത് കാര്യങ്ങളെല്ലാം ആ ഒരു യൂണിറ്റ് 14 ഡിസ്കസ് ചെയ്യുന്നു. നെക്സ്റ്റ്, അങ്ങനെ ഒരു 4 ബ്ലോക്കാണ് നമ്മൾ എന്താ എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ കണ്ടത്. അതേപോലെ തന്നെ നെക്സ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് ആണ്. ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുമ്പോൾ നമുക്ക് BG DG 172 എന്നാണ് കോഴ്സ് കോഡ് വരുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും വരുന്നത്. അതായത് നമ്മൾ ഒരു വർക്ക് പ്ലേസിൽ, അതായത് നമ്മൾ എന്താണ് ഒരു ജോലി സ്ഥലത്തായിരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ചില മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ചില എന്താ ഒരു ലാംഗ്വേജ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ ബേസിക് ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള ഓരോരോ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് മെയിൻ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതായത് എങ്ങനെ ഒരു എങ്ങനെ നമുക്കൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം, ഒരു ലെറ്റേഴ്സ് ഫയൽ ചെയ്യുന്ന എങ്ങനെ, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്ന എങ്ങനെ, ഒരാളെ ഗ്രീറ്റ് ചെയ്യുന്ന എങ്ങനെ, ലെറ്റേഴ്സിന്റെ ഒരു ഫോർമൽ രീതിയും കാഷ്വൽ രീതിയും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇംഗ്ലീഷ് വർക്ക് പ്ലേസിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുന്ന ഇതിനും മെയിൻ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വരുന്ന ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്, ഓക്കെ, ഇതിന് മെയിൻ ആയിട്ട് 30 × 4 hours 4 ആയിരിക്കും വരുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ വരുന്ന ക്രെഡിറ്റ്സ് അവേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇതിനകത്ത് വരുമ്പോൾ 3 ബ്ലോക്കുകളാണ് വരുന്നത്, അതായത് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ കണ്ടതുപോലെ തന്നെ 4 ബ്ലോക്കുകളാണ് വരുന്നത്. ഇനി നമുക്ക് ഓരോ ബ്ലോക്കുകളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് 1 നോക്കാം, എക്സ്പ്ലോറിംഗ് ദ ജോബ് മാർക്കറ്റ്. എക്സ്പ്ലോറിംഗ് ദ ജോബ് മാർക്കറ്റ്, ഇതിനകത്ത് 4 യൂണിറ്റുകളാണ് സബായിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഫൈലിംഗ് വൺ സെൽഫ് ഫോർ ജോബ്, അതായത് നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ജോബിന് വേണ്ടി പ്രൊഫൈൽസും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നതാണ് ഈ പ്രൊഫൈലിംഗ് വൺ സെൽഫ് ഫോർ ജോബ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ജോബ് നമ്മൾ അന്വേഷിച്ചു തുടങ്ങി, അപ്പൊ നമ്മൾക്ക് ഇനി ഒരു ജോബിന്റെ പുറകെ പോവുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രൊഫൈൽസ് ഒക്കെ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മളുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ആണ് നമ്മൾ നോക്കുന്നത്, അത് നമുക്ക് തന്നെ ആദ്യം ഒരു ധാരണ വരണമല്ലോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് സംഭവമായിട്ട് റിലേറ്റ് ചെയ്ത ടേംസും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾക്ക് അതിനകത്ത് ചെയ്യേണ്ടത്, അതൊക്കെ ആയിരിക്കും നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 2 വരുമ്പോൾ സെർച്ചിങ് ഫോർ ജോബ് ആണ് പറയുന്നത്. ഇതെല്ലാം പ്രൊഫൈൽ സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ജോബ് സെർച്ച് ചെയ്യുന്നു. ആദ്യം നമ്മൾ എന്ത് ജോബാണ് എങ്ങനെയുള്ളതെന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, സെർച്ചിങ് ഫോർ ജോബ്, നമ്മൾ ഒരു ജോബ് സെർച്ച് ചെയ്യുന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്താ നമുക്ക് കുറച്ച് ടേംസും കാര്യങ്ങൾ ഇംഗ്ലീഷുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ടേംസും കാര്യങ്ങൾ അതിനകത്ത് ഒക്കെ അറിയേണ്ടതുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് ഈ യൂണിറ്റ് 2 ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 3 വരുമ്പോൾ റെസ്പോണ്ടിങ് ടു ജോബ് അഡ്വർടൈസ്മെന്റ്. നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് കുറച്ച് ജോബ് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും നമ്മുടെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അതായത് നമ്മൾ എങ്ങനെ ആയിരിക്കണം തിരിച്ച് റിപ്ലൈസും കാര്യങ്ങളും അവർക്ക് കൊടുക്കേണ്ടത്. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് യൂണിറ്റ് 4 വരുമ്പോൾ പ്രിപ്പയറിംഗ് ഫോർ ദ ജോബ്, അതായത് നമ്മൾ കൊടുത്തു നമുക്ക് എന്താ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു റിപ്ലൈ കൊടുത്തു, ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോൾ അതിനുവേണ്ടി ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതാണ് യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 2 വരുമ്പം
അതിനകത്തും 4 യൂണിറ്റ് പറയുന്നുണ്ട്. യൂസിങ് ബോഡി ലാംഗ്വേജ് എഫക്റ്റീവ്ലി, അതായത് നമ്മുടെ നോർമൽ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, അതായത് വേണ്ട, വേണം, അല്ലെങ്കിൽ നമ്മൾ എന്താ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നു, അല്ലെങ്കിൽ എന്താ തല ഇങ്ങനെ ആട്ടിയൊക്കെ പല രീതിയിൽ നമ്മൾ ബോഡി ലാംഗ്വേജസ് യൂസ് ചെയ്യാറുണ്ട് സാധാരണ കമ്മ്യൂണിക്കേഷനിൽ. അപ്പൊ അത് പ്രോപ്പർലി അല്ലെങ്കിൽ എഫക്റ്റീവ്ലി എങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത് ഈ യൂണിറ്റ് 5-ലായിരിക്കും പറയുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 6 വരുമ്പം പോർട്ട്ഫോളിയോ മേക്കിംഗ്, അതായത് പോർട്ട്ഫോളിയോ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. കുറെ സെറ്റ്സ് കാണും, സെറ്റായിട്ട് കുറെ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാം ഒന്ന് എന്താ അനലൈസ് ചെയ്ത് എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് നമുക്ക് ഉദ്ദേശിക്കാം അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പോർട്ട്ഫോളിയോസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് യൂണിറ്റ് 6-ൽ ഡിസ്കസ് ചെയ്യുന്നു. യൂണിറ്റ് 7 വരുമ്പം എന്താണ് പോർട്ട്ഫോളിയോ മേക്കിംഗ് എങ്ങനെ, അതായത് മറ്റേത് എങ്ങനെയാണ് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറയുന്നു, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ. പിന്നെ യൂണിറ്റ് 7 വരുമ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ ആയിരിക്കും, പോർട്ട്ഫോളിയോ മേക്കിംഗിന്റെ പ്രിപ്പറേഷൻ ആയിരിക്കും വരുന്നത്. യൂണിറ്റ് 8 വരുമ്പോൾ CVs റൈറ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഒരു റെസ്യൂമേയും കാര്യങ്ങളും എങ്ങനെയാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നത് യൂണിറ്റ് 8-ൽ പറയുന്നു. നെക്സ്റ്റ് ബ്ലോക്ക് 3 നോക്കാം. ബ്ലോക്ക് 3-ൽ വരുന്നത് സ്കിൽസ് ഫോർ ദ വർക്ക് പ്ലേസ് 1, അതായത് വർക്ക് പ്ലേസിലുള്ള സ്കിൽസിനെ കുറിച്ചുള്ള പാർട്ട് 1 ആണ് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് വർക്ക് എത്തിക്സ്, നമ്മൾ വർക്കിലുള്ള എത്തിക്സും കാര്യങ്ങളും എന്താണ്, പിന്നെ എസെൻഷ്യൽസ് ഓഫ് കസ്റ്റമർ സർവീസ് ആണ് നമ്മളുടെ ഇത് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ കസ്റ്റമർ സർവീസിൽ നമ്മൾ എന്തെല്ലാം ബേസിക് ആയിട്ട് എസെൻഷ്യൽസ് ആയിട്ട് നോക്കേണ്ടതുണ്ട്, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച്, പിന്നെ അല്ലെങ്കിൽ കൾച്ചറൽ അവയർനെസ് ആൻഡ് ജെൻഡർ പെർസെപ്ഷൻസ്, അതായത് നമുക്ക് നോർമലി വർക്ക് പ്ലേസിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് കൾച്ചറൽ അവയർനെസ്, ഒരു എന്താ പല ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും, അപ്പം ജെൻഡർ എന്താ പെർസെപ്ഷൻസ് കാണും, അല്ലെങ്കിൽ കൾച്ചറൽ എന്താ ഡിഫറൻസ് ഒക്കെ കാണും. ഇതിനൊക്കെ മാനേജ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകാം അതെല്ലാം ഈ ഒരു യൂണിറ്റ് 16-ൽ ഡിസ്കസ് ചെയ്യുന്നു. നെക്സ്റ്റ് ബ്ലോക്ക് 4 വരുമ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് സ്കിൽസ് ഫോർ വർക്ക് പ്ലേസിന്റെ സെക്കൻഡ് പാർട്ട്. അതിനകത്ത് റൈറ്റിംഗ് ബിസിനസ് ഇമെയിൽസ്, അതായത് നമുക്ക് എന്താണ് ബിസിനസ് ഇമെയിൽസ് എങ്ങനെ എഴുതാം അല്ലെങ്കിൽ എങ്ങനെ സെൻഡ് ചെയ്യാനുള്ളത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ബിസിനസ് സാധാരണ നമ്മളൊരു കാഷ്വൽ മെയിൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ ബിസിനസ് മെയിൽസ് വരുന്നത്, അപ്പൊ അത് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ റൈറ്റിംഗ് ബിസിനസ് ലെറ്റേഴ്സ് എങ്ങനെ എഴുതണം അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യണം. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഡിസ്കഷൻസ്, അതായത് ഡിസ്കഷൻസും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനകത്ത് ഹാൻഡിൽ ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഇതൊക്കെ പറയുന്നത് യൂണിറ്റ് 11-ലാണ്. ദെൻ യൂണിറ്റ് 12 വരുമ്പോൾ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇതിനകത്ത് തന്നെ നമ്മൾ അതിന്റെ പ്രാക്ടിക്കലായിട്ട്, അതായത് മറ്റേത് എങ്ങനെയാണെന്നുള്ള തിയറി കാര്യങ്ങൾ പറയുന്നെങ്കിൽ യൂണിറ്റ് 12 വരുമ്പോൾ എങ്ങനെ ഇതിനകത്ത് ഡിസ്കഷൻസ് ചെയ്യണം എന്നതിന്റെ ഒരു പ്രാക്ടിക്കൽ ഒരു അവയർനെസ് അല്ലെങ്കിൽ പോയിന്റ്സ് ആയിരിക്കും യൂണിറ്റ് 12-നകത്ത് വരുന്നത്. ഓക്കെ, ഇങ്ങനെ 4 ബ്ലോക്കുകളാണ് നമുക്ക് ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസിനകത്ത് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ തേർഡ് സബ്ജക്ട് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, അതായത് BCOC 132 ആണ് അതിന്റെ കോഡ് വരുന്നത്. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, നമ്മൾ BBA സ്റ്റുഡൻസ് ആണ്. BBA സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഒരു ബിസിനസ്സുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഹയർ പോസ്റ്റുകളും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പൊസിഷൻസും കാര്യങ്ങളും ആയിരിക്കും നമ്മൾ നേരിടാൻ പോകുന്നത്, ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസിൽ എങ്ങനെ നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്യാം, എങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാം, എങ്ങനെ ഓരോ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യണം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതായത് ബിസിനസ് ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് നമ്മളൊരു മാനേജ്മെന്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഹോൾ ഐഡിയ കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു നല്ലൊരു ക്ലിയർ ഐഡിയ, ഒരു പ്ലാൻ ആയിരിക്കും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ബ്ലോക്ക് ഡീറ്റെയിൽസ് നോക്കാം. ഇത്രയും വന്നത് 4 ബ്ലോക്കാണ് നമ്മൾ കണ്ടെങ്കിൽ ഇത് ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് 5 ബ്ലോക്സ് നമ്മൾ ഗോ ത്രൂ ചെയ്യേണ്ടതുണ്ട്. 5 ബ്ലോക്സും ഇതിന് മെയിൻ ആയിട്ട് വരുന്നത് 6 ക്രെഡിറ്റ് ആണ്. അതായത് ഇതൊരു കോർ കോഴ്സ് ആണ്, മെയിൻ കോഴ്സ് ആണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ BBA സ്റ്റുഡന്റ് ആണ്, BBA സ്റ്റുഡൻസിന് വേണ്ട മെയിൻ കാര്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, BBA സ്റ്റുഡന്റിന് മെയിൻ ആയിട്ട് അറിയേണ്ടതായതുകൊണ്ട് തന്നെ അതിന് കോർ കോഴ്സ് തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാം. അതായത് നമുക്ക് ഏറ്റവും റിലേറ്റ് ചെയ്ത് നമ്മുടെ ഒരു കോഴ്സുമായി പ്രോഗ്രാമായിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഇതിന് നമുക്ക് 5 ബ്ലോക്സ് വരുന്നുണ്ട്. 6 into 30 hours ആയിരിക്കും നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് വരാൻ വേണ്ടി എടുക്കുക. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസ് ആണ്. ഫസ്റ്റ് ബ്ലോക്ക് നോക്കാം. ഇനി അതിനകത്ത് വീണ്ടും യൂണിറ്റ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നു.
യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ്സിനകത്ത് ബിസിനസിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ ഒരു ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ടുകൾ പറയുന്നു. പിന്നെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് സെക്കൻഡ് യൂണിറ്റിനകത്ത് പറയുന്നത്. അതായത് നമുക്ക് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസും കാര്യങ്ങളും എങ്ങനെയാണ് വന്നത് അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, എങ്ങനെയൊക്കെ സ്കിൽ ഡെവലപ്മെന്റ് ഇതുവരെ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കുറച്ച് പോർഷൻസ്. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സ് ആയിരിക്കും യൂണിറ്റ് 3 പറയുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഈ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സമൂഹത്തിനോട് അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരോട് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് ഒന്നെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കാം, എംപ്ലോയീസ് ആയിരിക്കാം, കൺസ്യൂമേഴ്സ് ആയിരിക്കാം, ആര് തന്നെ ആയിക്കോട്ടെ, അല്ലെ എൻവയോൺമെന്റ് ആയിരിക്കാം. ഇവരോടൊക്കെ നമുക്ക് കുറച്ച് എത്തിക്സും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഉണ്ട്. ഇത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് അത് ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് നമ്മുടെ അങ്ങനെയുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ പ്രാക്ടിക്കൽ ആക്കണം, ഇതൊക്കെ ആയിരിക്കും യൂണിറ്റ് 3 വരുന്നത്. ദെൻ വരുന്ന യൂണിറ്റ് 4 ആണ് എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബിസിനസ്. അതായത് ബിസിനസ്സിനുള്ളിലെ ഇപ്പോഴത്തെ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് മുന്നോട്ട് നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് മുന്നിലുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, നമുക്ക് എങ്ങനെ അത് പ്രാക്ടിക്കൽ ആക്കാം. ഇത് ഇത്രയുമായിരിക്കും ബ്ലോക്ക് 1 നമ്മൾ കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 2 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷന്റെ ഫോംസ് ഏതൊക്കെയാന്ന് പറയുന്നു. അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ പോർഷൻ ആയിരിക്കും യൂണിറ്റ് 6 വരുന്നത്. ബിസിനസ് ഓർഗനൈസേഷന്റെ ഫോംസ്, അതിന്റെ ഡീറ്റെയിൽഡ് പോർഷൻസ്. ദെൻ യൂണിറ്റ് 7 പബ്ലിക് എന്റർപ്രൈസിനെ കുറിച്ച് പറയുന്നു. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളും അതിന്റെ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 8 വരുമ്പം ഇന്റർനാഷണൽ ബിസിനസ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ അങ്ങനത്തെ ഡീറ്റെയിൽസ് പറയുന്നു. അതായത് നമ്മളുടെ ബിസിനസ് ഇന്റർനാഷണൽ ലെവൽ വരുമ്പോൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് എന്ന കുറച്ച് കാര്യങ്ങളാണ് യൂണിറ്റ് 8 ഷെയർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 3 നോക്കാം. ബ്ലോക്ക് 3 വരുന്ന മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോൾ ആണ്. അതായത് മാനേജ്മെന്റിനെ ഓർഗനൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതായത് എങ്ങനെയും മാനേജ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതായിരിക്കും മെയിൻ ആയിട്ട് ബ്ലോക്ക് 3 പറയുന്നത്. ആദ്യം തന്നെ നോക്കുക, യൂണിറ്റ് 9 വരുന്നത് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ആദ്യം തന്നെ നമ്മളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യണം, ഡിസിഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയാണ് ഓരോന്ന് സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ അനലൈസ് ചെയ്യാം, അതൊക്കെ ആയിരിക്കും യൂണിറ്റ് 9 വരുന്നത്. യൂണിറ്റ് 10 വരുമ്പം പ്ലാനിങ് വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ അതിനെ കറക്റ്റ് രീതിയിൽ ഓർഗനൈസ് ചെയ്യണം. അതിന്റെ ഡീറ്റെയിൽസ് യൂണിറ്റ് 10 ദെൻ ഡിപ്പാർട്ട്മെന്റൈസേഷൻ ആൻഡ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് അതോറിറ്റി റിലേഷൻഷിപ്പ്. അതായത് ഡിപ്പാർട്ട്മെന്റ് വൈസ് നോക്കിയാലും അല്ലെങ്കിൽ അതോറിറ്റീസ് വെച്ച് മാറി നോക്കുമ്പോഴും ഇന്റർഡിപെൻഡന്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനാവണം, ഇതിന്റെ ഡീറ്റെയിൽ ആയിരിക്കും യൂണിറ്റ് 11 ഡിസ്കസ് ചെയ്യുക. യൂണിറ്റ് 12 വരുമ്പം ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതായത് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ എങ്ങനെയാണ്, അതായത് നമുക്കൊരു അധികാരം ഉണ്ടെങ്കിൽ അത് ഓരോരുത്തരിലോട്ടും എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ആർക്കൊക്കെ ഇത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ്. ലാസ്റ്റ് വൺ കൺട്രോൾ. ചുമ്മാതെ എങ്ങനെയും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, എക്സിക്യൂട്ട് ചെയ്തിട്ട് കാര്യമില്ല, അതിന്മേൽ നല്ലൊരു കൺട്രോൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനത്തെ അതായത് നമ്മൾ കുറച്ച് സെറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് പ്ലാൻസും കാര്യങ്ങളും വെച്ചു. നമ്മുടെ റിസൾട്ട് നമ്മൾ എന്താ ചെയ്തു, നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചു. അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ, കറക്റ്റ് ആയിട്ട് തന്നെയാണോ നമ്മൾ പോകുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ എന്താണ് ഈ കൺട്രോൾ സ്റ്റേജിലായിരിക്കും നോക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും യൂണിറ്റ് 13 ഡിസ്കസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 4 ആണ് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഇതിനും 4 യൂണിറ്റുകളായിരിക്കും വരുന്നത്. യൂണിറ്റ് 14 വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ. അതായത് നമ്മൾക്ക് ബിസിനസ്സിലെ കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനും എങ്ങനെ ആയിരിക്കണം. യൂണിറ്റ് 15 വരുമ്പോൾ മോട്ടിവേഷൻസ്. അതായത് നമ്മൾ ബിസിനസ്സിൽ, അതായത് നമ്മുടെ കൂടുള്ള കൊളീഗ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റ്സ് ആയിരിക്കാം, ആരും ആയിക്കൊള്ളട്ടെ, അത് മേലിലുള്ളവരാണെങ്കിലും താഴെയുള്ളവർ ആരോടാണെങ്കിലും നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് മെയിൻ ഒരു പാർട്ടായിരിക്കും. അപ്പൊ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് സക്സസ്ഫുൾ ആകത്തുള്ളൂ. അപ്പൊ അതെന്താണ്, എങ്ങനെ വേണം. ദെൻ ലീഡർഷിപ്സിന്റെ ടൈപ്സ്, കാര്യങ്ങള്, അതായത് പല ടൈപ്സ് ലീഡർഷിപ്സ് ഉണ്ട്. അപ്പം അത് ഏതൊക്കെയാണ്, ഓരോ ബിസിനസ്സും വരുമ്പോൾ ഏത് ടൈപ്പ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം യൂണിറ്റ് 16 ദെൻ യൂണിറ്റ് 17 വരുമ്പം ടീം ബിൽഡിംഗ്. അതായത് നമ്മുടെ ബിസിനസ്സിനുള്ളിൽ തന്നെ നല്ലൊരു ടീം ബിൽഡിംഗ് നമുക്ക് മെയിൻ ആയിട്ട് വേണം. അപ്പം ആ ടീം ബിൽഡിംഗ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഗുണം എന്താണ്, ടീം ബിൽഡിംഗ് കൊണ്ടുള്ള നമ്മളുടെ പോസിറ്റീവ് കാര്യങ്ങൾ എന്താണ്, നെഗറ്റീവ് കാര്യങ്ങൾ, ഇതെല്ലാം ആ ഒരു യൂണിറ്റ് 17 ഡിസ്കസ് ചെയ്യും. ദെൻ ബ്ലോക്ക് 5 നോക്കാം. ലാസ്റ്റ് ബ്ലോക്ക് ആണ് ബ്ലോക്ക് 5. ഇതിനകത്തും
3 യൂണിറ്റ്സ് വരുന്നുണ്ട്. മാർക്കറ്റിംഗ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ്, അതായത് മാനേജ്മെന്റിന്റെ ഫങ്ഷണൽ ഏരിയാസ്, അതായത് പ്രവർത്തിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് ഫസ്റ്റ് വരുന്നത്. അതായത് മാർക്കറ്റിംഗ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം, എവിടെ മാർക്കറ്റിംഗ് ചെയ്യണം, ഏത് രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യണം, ഇതിനെക്കുറിച്ചുള്ള മാനേജ്മെന്റ് കാര്യങ്ങളായിരിക്കും യൂണിറ്റ് 18 വരിക. യൂണിറ്റ് 19 വരുമ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം. ദെൻ ഹ്യൂമൻ റിസോഴ്സസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, അതായിരിക്കും യൂണിറ്റ് 20 വരുന്നത്. ഇത് ഇത്രയുമാണ് ബ്ലോക്ക് 5 കവർ ചെയ്യുന്നത്. ഇത് ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ സബ്ജക്റ്റിനകത്ത് വരുന്ന മെയിൻ ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. അതായത് നമ്മളുടെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് വരുന്ന, അതായത് നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കമ്പ്യൂട്ടറും കൂടെ മിങ്കിൾ ചെയ്ത് വരുന്ന ഒരു പേപ്പർ ആയിരിക്കും ഇത്. ഇതിന് 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് മെയിൻ ആയിട്ട് 5 ബ്ലോക്കുകളാണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് ബ്ലോക്ക് നോക്കാം. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും അതിനകത്ത് മെയിൻ ആയിട്ട്. ഇതിനകത്ത് ബേസിക്സ് കാര്യങ്ങളായിരിക്കും ബ്ലോക്ക് 1 വരുന്നത്. ബ്ലോക്ക് 1 നോക്കാം. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നോക്കുക. ഫസ്റ്റ് തന്നെ എന്താണ്, ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് ആണ് വരുന്നത്. അതായത് കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. കമ്പ്യൂട്ടർ എന്താണ്, എന്നാണ്, ആരാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിന്റെ മെയിൻ കുറച്ച് പാർട്സ്, കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെയുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ പോർഷൻസ് ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടേഴ്സിനെ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചുള്ള പോയിന്റ്സ്. യൂണിറ്റ് 3 വരുമ്പോൾ വെബ് ആപ്ലിക്കേഷൻസ്. നമ്മൾ വെബ് ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, ഓരോന്നും എന്തിനൊക്കെ സ്യൂട്ടബിൾ ആണ് എന്ന രീതിയിൽ. ദെൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് ഇത്രയുമായിരിക്കും ബ്ലോക്ക് 1 കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 2 നോക്കാം. നെക്സ്റ്റ് ബ്ലോക്ക് 2 വരുമ്പോൾ ഡാറ്റ ഹാൻഡ്ലിംഗ് ആയിരിക്കും. കമ്പ്യൂട്ടറിനെ കുറിച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി ഡാറ്റ ഹാൻഡ്ലിംഗ് എന്താണ്, എങ്ങനെയാണ്. ഫസ്റ്റ് വൺ, ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് ബിസിനസ് BIS എന്ന് നമ്മൾ പറയും. ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് നമ്മൾ സോഫ്റ്റ്വെയർസും കൂടെ യൂസ് ചെയ്ത് നമ്മൾ ബിസിനസ് ആക്ടിവിറ്റീസ് സാധാരണ നോർമലി ചെയ്യുമല്ലോ, അത് ആണ് സാധാരണ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്, എങ്ങനെയാണ് നമ്മളുടെ ബിസിനസ്സിനകത്ത് ഇതൊക്കെ എന്ന ഡീറ്റെയിൽസ്. ദെൻ വരുമ്പോൾ IT സെക്യൂരിറ്റി മെഷേഴ്സ് ഇൻ ബിസിനസ്. ബിസിനസ്സിനകത്ത് IT സെക്യൂരിറ്റി മെഷേഴ്സ് ഏതൊക്കെയാണ്, സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ട്, IT സെക്യൂരിറ്റി മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ദെൻ ഇന്റർനെറ്റ് സർവീസസ് ആൻഡ് ഇമെയിൽ കോൺഫിഗറേഷൻ, അതായത് നമ്മളുടെ ഇന്റർനെറ്റ് സർവീസസിനെ കുറിച്ചും ഇമെയിൽ കോൺഫിഗറേഷനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാണും. എന്താണ്, എങ്ങനെയാണ്, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഇതിനകത്തുള്ള സ്കോപ്പും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും ആ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുക. ദെൻ യൂണിറ്റ് 8 വരുമ്പോൾ പ്ലാസ്റ്റിക് മണി, വാലറ്റ്, ഓൺലൈൻ പേ. ഇത് ഇത്ര നമുക്കറിയാം. പ്ലാസ്റ്റിക് മണി ഒക്കെ അറിയാം, എന്താ കാർഡ്സ്. അപ്പം കാർഡ്സിന്റെ കാര്യങ്ങൾ, വാലറ്റ് എന്താണ്, ഇലക്ട്രോണിക് വാലറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, ഓൺലൈൻ പേ ഉണ്ട്, അതായത് ഗൂഗിൾ പേ, പേടിഎം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് അല്ലാതെ നടത്തുമല്ലോ, നമ്മൾ ഓൺലൈൻ ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ ഇല്ലേ. അപ്പൊ അതിന്റെ ബേസിക്സ് കാര്യങ്ങൾ എന്താണ്, അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന ഡീറ്റെയിൽസ്. ഇത് ഇത്രയുമായിരിക്കും ബ്ലോക്ക് 2 ഡിസ്കസ് ചെയ്യുക. ബ്ലോക്ക് 3 വരുമ്പോൾ വേർഡ് പ്രോസസിംഗ് ആയിരിക്കും വരിക. വേർഡ് പ്രോസസിംഗിൽ 3 യൂണിറ്റുകളാണ് വരുന്നത്. ഫസ്റ്റിൽ ബേസിക്സ് ഓഫ് വേർഡ് പ്രോസസിംഗ്. വേർഡ് പ്രോസസിംഗിന്റെ ബേസിക്സ് ആയിരിക്കും യൂണിറ്റ് 9 ഡിസ്കസ് ചെയ്യുക. ദെൻ വർക്കിംഗ് വിത്ത് വേർഡ് പ്രോസസിംഗ്. വേർഡ് പ്രോസസിംഗിൽ എങ്ങനെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് അത് എങ്ങനെ അപ്ലൈ ചെയ്യാം. ദെൻ അഡ്വാൻസ്ഡ് ടൂൾസ് യൂസിങ് വേർഡ് പ്രോസസിംഗ്. വേർഡ് പ്രോസസിംഗിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഇച്ചിരൂടെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ, അതായത് നമ്മുടെ വർക്ക് ഈസിയർ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ടൂൾസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഏത് വരുന്ന യൂണിറ്റ് 11 വരുന്നത്. ഇത് ഇത്രയുമാണ് മെയിൻ ആയിട്ട് ബ്ലോക്ക് 3 വരുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 4 നോക്കാം. പവർ പോയിന്റ് ആണ് വരുന്നത്. പവർ പോയിന്റ് എന്ന് പറയുമ്പോൾ വേറൊന്നല്ല മക്കളെ, നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, പിന്നെ ചിലർക്ക് ഒന്നും തന്നെ അറിയത്തില്ലായിരിക്കും. അപ്പം അതിന്റെ ബേസിക്സ് കാര്യങ്ങൾ എന്താണ് പവർ പോയിന്റിൽ വരിക, അതായത് യൂണിറ്റ് 12 നോക്കുക. ക്രിയേറ്റിംഗ് ബിസിനസ് ഡോക്യുമെന്റ്സ്, അതായത് ബിസിനസ് ഡോക്യുമെന്റ്സും കാര്യങ്ങളും പവർ പോയിന്റ് ഉപയോഗിച്ച് സാധാരണ ബിസിനസ് ഡോക്യുമെന്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് യൂണിറ്റ് 12 പറയുന്നു. യൂണിറ്റ് 13 ആകുമ്പോൾ നമ്മൾ വർക്കിംഗ് വിത്ത് പവർ പോയിന്റ്, അതായത് ഈ ബിസിനസ് ഡോക്യുമെന്റ്സ് നമ്മുടെ പവർ പോയിന്റിന്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം. ദെൻ 14 വരുമ്പോഴത്തേന് മൾട്ടിമീഡിയ, വീഡിയോ മേക്കിംഗ്, യൂട്യൂബ്. മൾട്ടിമീഡിയയുടെ യൂസേജ്, വീഡിയോ മേക്കിംഗ് എങ്ങനെയാണ്, യൂട്യൂബിന്റെ എന്താണ് യൂസേജും, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ബിസിനസ് ഇതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്ന കുറച്ച് കാര്യങ്ങൾ.
ദെൻ യൂണിറ്റ് 15 വരുമ്പം ക്രിയേറ്റിംഗ് ബിസിനസ് പ്രസന്റേഷൻ, അതായത് ഇതൊക്കെ വെച്ചിട്ടുള്ള നമ്മളുടെ ബിസിനസ് പ്രസന്റേഷൻ എന്തൊക്കെ ചെയ്യാം. ഇങ്ങനെ 4 യൂണിറ്റ്സ് ആണ്. ദെൻ ലാസ്റ്റ് ബ്ലോക്ക് വരുന്നത് ബ്ലോക്ക് 5 ആണ് വരുന്നത്. സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ ബിസിനസ് ആപ്ലിക്കേഷൻ ആയിരിക്കും അതിനകത്ത് വരുന്നത്. യൂണിറ്റ് 16ഉം 17ഉം വരുന്നത് നോക്കുക. സ്പ്രെഡ്ഷീറ്റിന്റെ കൺസെപ്റ്റ്സ്, ഫോർമുലാസ്, ഫങ്ഷൻസ്, ഇത് ഇത്രയുമാണ് യൂണിറ്റ് 16ലും 17ലും പറയുക. അതായത് എന്താണ് സ്പ്രെഡ്ഷീറ്റ് എങ്ങനെയാണ്, കൺസെപ്റ്റ്സ് എങ്ങനെയാണ്, ഫോർമുലാസ് എങ്ങനെയാണ്, ഫങ്ഷൻസ് എങ്ങനെയാണ്, ഇത് ഇത്രയും. ദെൻ യൂണിറ്റ് 18 ആൻഡ് 19 വരുമ്പോഴത്തേന് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ, അതായത് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം. പിന്നെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഇൻ സ്പ്രെഡ്ഷീറ്റ്, അതായത് സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, അതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്. പിന്നെ യൂണിറ്റ് 20 വരുമ്പോഴത്തേന് ക്രിയേറ്റിംഗ് ബിസിനസ് ഷീറ്റ്, ഇതെല്ലാം പഠിച്ചു. പിന്നെ ഇത് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെയായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതാണ് ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ 5 ബ്ലോക്സ് ആണ് നമ്മളുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെ കോമൺ. നെക്സ്റ്റ് പോകാം. നമുക്ക് 4 സബ്ജക്ട്സ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് സെം 1 നിങ്ങൾ പഠിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇപ്പൊ 4 സബ്ജക്ട്സ് ഒന്ന് പറഞ്ഞു. ഒരു ഏകദേശം ഐഡിയ 4 സബ്ജക്ട്സിനെ കുറിച്ച് ആയിട്ടുണ്ടല്ലോ ഫസ്റ്റ് സെമസ്റ്ററിൽ ഏതൊക്കെയാണ്. ഓക്കെ, 4 സബ്ജക്ട്സ് പറഞ്ഞു ഫസ്റ്റ് സെം. അതായത് നമ്മൾ ഇപ്പൊ കൈകാര്യം ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഈ മുമ്പേ പറഞ്ഞ 4 സബ്ജക്ട്സ് ആയിരിക്കും. അതായത് ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെന്താ നമ്മുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഉണ്ട്, ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ട്. ഈ ഒരു 4 സബ്ജക്ട്സ് ആണ് നമ്മൾ സെം 1 ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. അതായത് കറന്റ്ലി ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. അതായത് സെക്കൻഡ് സെമ്മിൽ നമ്മൾ കാണാൻ പോകുന്നത് വീണ്ടും 4 സബ്ജക്ട്സ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എന്താ ജസ്റ്റ് സബ്ജക്ട്സ് മാത്രം ഇപ്പൊ പറഞ്ഞു തരാം. കാരണം നിങ്ങൾ ഒരു സെം കഴിഞ്ഞിട്ടല്ലേ ഇതിപ്പോ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇപ്പൊ ജസ്റ്റ് എന്തൊക്കെയാന്ന് നമുക്കൊന്ന് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട് സെക്കൻഡ് സെം വരുമ്പം, BCOC 131. അതിനകത്ത് നമ്മളിപ്പോ +2 ഒക്കെ കോമേഴ്സ് പഠിച്ചവർക്ക് എന്താണ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. കോമേഴ്സുകാർക്ക് മാത്രമേ പറ്റത്തുള്ളൊന്നുമില്ല. ബേസിക് അവരൊക്കെ അന്നേരം പഠിച്ച സംഭവങ്ങളേ ഉള്ളൂ. അതായത് അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരിക. BCOC 133 ബിസിനസ് ലോ ആണ്. ബിസിനസ് ലോസ് ഏതൊക്കെയാണ്, ബിസിനസ് ലോയും അതിന്റെ കുറച്ച് ടേംസ് കാര്യം, അതിനകത്ത് കുറച്ച് എന്താ ഇച്ചിരി കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ടേംസും കാര്യങ്ങളും പഠിക്കാനുണ്ട്. ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന അങ്ങനെ കുറച്ച് ലോസ്, ടേംസ് കാര്യങ്ങൾ അതിനകത്ത് വരുന്നു. ഇച്ചിരി എന്താണ് ടേംസുകൾ കൂടുതൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും ബിസിനസ് ലോ എന്ന് പറയുന്നത്. ഇച്ചിരി ടൈം എടുക്കും. ദെൻ BCO 07 ആണ് എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിക് കാര്യങ്ങളായിരിക്കും ഇതിനകത്ത്. അതായത് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല, എലാബറേറ്റ് ചെയ്തില്ല, ബേസിക്സ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു BCO 07 പഠിക്കുന്നത്. ദെൻ BRL 113 അതായത് ബിസിനസ് എത്തിക്സ്. ഇതിനകത്ത് എത്തിക്സ് എന്താണ്, അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ CSR ഒക്കെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനത്തെ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു സബ്ജക്ട്സിനകത്ത് വരുന്നത്. അങ്ങനെ ടോട്ടൽ 4 സബ്ജക്ട്സ് ആയിരിക്കും നമ്മൾ സെം 2ലും ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് സെം 1ലും സെം 2ലുമായിട്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഹോൾ ഇയർ മൊത്തത്തിൽ എന്താണ് 8 സബ്ജക്ട്സ് കവർ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് സെം വൈസ് എക്സാം എഴുതാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആദ്യത്തെ ഫസ്റ്റ് സെമസ്റ്ററിലെ 4 സബ്ജക്ട്സ് ആയിരിക്കും നമ്മൾ ആദ്യം പഠിക്കുക കേട്ടോ. അസൈൻമെന്റ്സ് വെക്കുന്നതും അതിനെക്കുറിച്ചായിരിക്കും. ഇനി നമുക്ക് മുന്നോട്ട് ഇതിന്റെ എക്സാംസിന്റെ കാര്യങ്ങളും അസൈൻമെന്റ്സിന്റെ കാര്യങ്ങൾ, ഗ്രേഡ്, മാർക്കിംഗ്, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ രാഗി മാമിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. രാഗി മാം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ സ്നേഹ മാം നിങ്ങളോട് നിങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ BBA എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എത്ര സബ്ജക്ട്സുകൾ ഉണ്ട് പഠിക്കാൻ, അതായത് ടോട്ടൽ എത്ര സബ്ജക്ട്സ് ഉണ്ടെന്ന് ജസ്റ്റ് ബ്രീഫാക്കി പറഞ്ഞു തന്നു. അതിനോടൊപ്പം തന്നെ ഫസ്റ്റ് സെമ്മിലെ സബ്ജക്ട്സുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാനായിട്ട് സാധിച്ചു. നിങ്ങൾക്ക് ഓവറോൾ ഫസ്റ്റ് ഇയറിൽ 8 സബ്ജക്ട്സ് ആണെന്നും ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് 4 സബ്ജക്ട്സും ആണ് പഠിക്കാനുള്ളതെന്നും പറഞ്ഞു. എന്താണ് ക്രെഡിറ്റ് എന്നുകൊണ്ട് മീൻ എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഓരോ ഫസ്റ്റ് സെമ്മിലെ സബ്ജക്ട്സ് നമ്മൾ കൂടുതൽ എംഫസിസ് കൊടുത്തിട്ട് ആ സബ്ജക്ട്സിനുള്ളിൽ വരുന്ന ബ്ലോക്കുകൾ എന്താണ്, അതിനുള്ളിൽ യൂണിറ്റ്സുകൾ എന്താണെന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി.
ഇനിയിപ്പോ നാളെ തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ജനറൽ ആയിട്ടൊരു ഐഡിയ കിട്ടി. ആദ്യമായിട്ട് ചെന്ന് കയറുന്ന പോലെ ഒരു ഫീൽ നിങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്ന സെഷൻസിന്റെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അസൈൻമെന്റ്സ് എന്നത് എന്താണ് എന്നുള്ളത് അറിയാനായിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഓൺബോർഡിംഗ് സമയത്ത് നിങ്ങളുടെ റെസ്പെക്റ്റീവ് മെന്റേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ കറസ്പോണ്ടിങ് സ്റ്റഡി സെന്റർ എവിടെയാണോ അവിടെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഗ്നോയുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ നിങ്ങളോട് പറഞ്ഞിരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് ഇനി അസൈൻമെന്റ് എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. Usually each has an assignment that need to be submitted at the allotted ഇഗ്നോ സ്റ്റഡി സെന്റർ വിത്തിൻ ദ ഡ്യൂ ഡേറ്റ്. എന്താ പറയുന്നത്, ഓരോ സബ്ജക്റ്റിനും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ അസൈൻമെന്റുകൾ എഴുതി സബ്മിറ്റ് ചെയ്യണം. ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഡ്യൂ സ്റ്റഡി സെന്റർ ആണ് തീരുമാനിക്കുക ആ സബ്മിറ്റ് ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്താണെന്നുള്ളത്. ആ അന്നേ ദിവസം അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ദിവസത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ ലാസ്റ്റ് നിമിഷം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ സബ്മിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. Assignment has descriptive category questions and short category questions. അപ്പൊ ആദ്യം നമുക്ക് അസൈൻമെന്റ് എന്താണെന്ന് നോക്കാം. അതായത് അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പർ ഫസ്റ്റ് സെക്കൻഡ് സെമ്മിൽ ഉണ്ട്. അപ്പൊ സെക്കൻഡ് സെമ്മിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിലെ ഒരു സബ്ജക്റ്റിന്റെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അസൈൻമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്യും. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്യും. ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടെത്തി നല്ല നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് എഴുതി ഒരു ഫെയർ കോപ്പി സബ്മിറ്റ് ചെയ്ത് അങ്ങനെ 8 സബ്ജക്റ്റിനും എഴുതി സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അസൈൻമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്ന പോലെ, അല്ലെങ്കിൽ പണ്ടത്തെ സ്കൂൾ സിസ്റ്റത്തിലൊക്കെ ഉള്ള പോലെ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ നീട്ടി പരത്തി എഴുതുക എന്നുള്ളതല്ല അസൈൻമെന്റ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൊരു 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തരും, അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. അതില് ഓരോ ക്വസ്റ്റിനും 20 മാർക്കിനാണ് വരിക. 20 മാർക്കിനുള്ള കണ്ടന്റ് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കണം. വെൽ പ്രസന്റഡ് ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം. അപ്പോ അതൊക്കെയാണ്. അപ്പൊ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ലേൺ ബേസിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് തരും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. ഇനീഷ്യലി അസൈൻമെന്റ് എഴുതുന്നതിനേക്കാളും മുമ്പ് ഞങ്ങൾ ഇങ്ങനെ എഴുതട്ടെ, എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസുകൾ ഉണ്ടോ, സ്റ്റഡി സെന്ററിന്റെ ഭാഗത്തു നിന്നായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ, ഡ്യൂ ഡേറ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ചോദിക്കണം. അപ്പൊ അസൈൻമെന്റിൽ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾക്ക് വരിക. ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറി ക്വസ്റ്റ്യൻസുകളും ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസുകളും ആണ് വരിക. അസൈൻമെന്റ് നീഡ് ടു ബി സബ്മിറ്റഡ് ഇൻ ഹാൻഡ് റിട്ടൺ ഫോം ടു യുവർ റെസ്പെക്റ്റീവ് ഇഗ്നോ സ്റ്റഡി സെന്റർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ്. സോഫ്റ്റ് കോപ്പി അല്ല, നിങ്ങൾ ഹാൻഡ് റിട്ടൺ ഫോമിലായിരിക്കണം അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഓൺ ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണം. മറ്റൊരു വ്യക്തിയെ കൊണ്ടോ നിങ്ങൾ എഴുതാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. കാരണം വൺസ് അത് എന്താ പറയുക, യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളല്ല എഴുതിയെന്നുള്ളത് ഏതെങ്കിലും സാഹചര്യത്താൽ അത് കണ്ടുപിടിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അസൈൻമെന്റ് റിജക്ട് ചെയ്യാനും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോസിബിലിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനും നിങ്ങൾക്ക് വരും. Keep duplicate copy of submitted assignments for future record. നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ 8 സബ്ജക്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിലെ 4 സബ്ജക്റ്റിന്റെ അസൈൻമെന്റ്സ് സബ്മിറ്റ് പോകുന്നതിനേക്കാളും മുമ്പ് ആ സബ്മിറ്റ് ചെയ്തതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങളുടെ കയ്യിൽ എന്താണ് കീപ്പ് ചെയ്യാനായിട്ട് വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, ഫ്യൂച്ചർ റെക്കോർഡ്സിന് വേണ്ടിയിട്ട്. Get the submission acknowledgement receipt from the study center coordinator. Once നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ് അവർ കൈപ്പറ്റി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് തരും. അത് നിങ്ങൾ ചോദിക്കും വേണം. അത് അവര് തരും എന്നുള്ളത് ഉറപ്പുവരുത്തും വേണം. ചില സ്റ്റഡി സെന്റേഴ്സ് തരില്ല, പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം വേണം, ഞങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ആ സബ്മിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യില്ലേ എന്ന് ചോദിക്കും. ചിലപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോഴാവും ചില സ്റ്റഡി സെന്റേഴ്സ് പറയാ, നിങ്ങളൊരു പേപ്പറിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് കാണിക്കും, എൻറോൾമെന്റ് നമ്പർ എഴുതി തരും, ഞങ്ങൾ സീൽ ചെയ്ത് തരാന്ന് പറയും.
അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ചോദ്യം പോയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഉറപ്പുവരുത്തണം. Get your evaluated assignments back from the IGNOU Study Center within a month of submission. Once നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അസൈൻമെന്റ്, അതായത് വൺസ് അവര് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ചെക്ക് ചെയ്യുക. നോർമലി അങ്ങനെ സ്റ്റഡി സെന്റേഴ്സ് അങ്ങനെ കൊടുക്കാറൊന്നുമില്ല, എന്നാലും നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം. അവിടെ കറക്ഷൻ കഴിഞ്ഞോ, ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനായിട്ട് ചാൻസസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. നമുക്ക് ഒന്ന് ജസ്റ്റ് ചോദിക്കാമല്ലോ, ചിലപ്പോൾ സപ്പോസ് തന്നാലോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അവര് അവരുടെ കോമന്റ്സും മാർക്കും ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒറിജിനൽ അസൈൻമെന്റ്സ് സ്റ്റഡി സെന്ററിൽ പോയിട്ട് ചോദിക്കാം. അവര് ബില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കൈപ്പറ്റാം. Now these assignments are called tutor marked assignments. Once നിങ്ങളുടെ അസൈൻമെന്റ്സ് അവർ നോക്കി അവര് കറക്ഷൻസ് വരുത്തി കമന്റ്സ് ഇട്ടു, അതിന് മാർക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്ന് പറയും, TMA. ഇനി നിങ്ങളോട് എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ TMA എന്നൊരു വാക്ക് നിങ്ങൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, ഇറ്റ് മീൻസ് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ്. Only when you pass minimum 35% in the assignments of a course, you are eligible to appear in the term and examination. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ അസൈൻമെന്റിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഓരോ അസൈൻമെന്റിലും ഓരോ പേപ്പറിലും നിങ്ങൾക്ക് എന്ത് വേണം, 35% ഓഫ് മാർക്ക് വേണം. അതായത് 100ൽ നിങ്ങൾക്ക് മിനിമം 35 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതാത് അസൈൻമെന്റ്സിന്റെ അല്ലെങ്കിൽ അതാത് പേപ്പേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ ടേം ആൻഡ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. If you do not pass in the assignment, you have to download fresh assignments in the next academic session and resubmit within newly specified due date. നിങ്ങൾ പാസ് ആയില്ല, അസൈൻമെന്റിൽ പാസ് ആയില്ലെങ്കിൽ അടുത്ത സീസണിൽ അല്ലെങ്കിൽ അടുത്ത സെമ്മിൽ നിങ്ങൾ എഴുതാൻ അസൈൻമെന്റ് അപ്പൊ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണോ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിന് ആൻസേഴ്സ് കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യണം, റീസബ്മിറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് കണ്ടെത്താനായിട്ട് നമ്മുടെ ലേൺ വൈസിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ഗൈഡ് ബുക്ക് റിലീസ് ചെയ്യും. ഈ പറയുന്ന പോലെ ഗൈഡ് ബുക്ക് ആണ്, അപ്പൊ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഓൺ കോൺട്രിബ്യൂഷൻ അസൈൻമെന്റ്സിൽ വേണം. ഓരോ ആൻസേഴ്സ് എഴുതുമ്പോഴും നിങ്ങൾക്ക് SLM റെഫർ ചെയ്യാം, ഗൈഡ് ബുക്ക് റെഫർ ചെയ്യാം, ഗൂഗിൾ റെഫർ ചെയ്യാം. പ്ലസ് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഓൺ കോൺട്രിബ്യൂഷനും അതിൽ ആഡ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഫോർ എക്സാമ്പിൾ 2 കുട്ടികൾ സെയിം ലേൺ വൈസ് ഉണ്ട്, അവർ രണ്ടുപേരും ഗൈഡ് ബുക്ക് അങ്ങനെ തന്നെ കോപ്പി ചെയ്തപ്പോൾ രണ്ടുപേരുടെ അസൈൻമെന്റ് ആയിരിക്കും സിമിലർ ആയിരിക്കും. അത് മേ ബി വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി സെന്റേഴ്സ് ആണെങ്കിൽ അത് അവര് റിജക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസുകളുണ്ട്. അപ്പൊ എപ്പോഴും എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പരമാവധി കൂടുതൽ പോയിന്റുകൾ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് ആഡ് ഓൺസ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്നാലേ നിങ്ങളും എന്തെങ്കിലുമൊക്കെ പഠിക്കുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് കോപ്പി ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു തരത്തിലുള്ള ഗ്രോത്തും അവിടെ സംഭവിക്കുന്നില്ല. ഇനി എന്താണ്, അപ്പൊ നമ്മള് അസൈൻമെന്റ് എന്താണെന്നുള്ളത് പറഞ്ഞു, ടേം ആൻഡ് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടേം ആൻഡ് എക്സാമിനേഷൻ അല്ലെങ്കിൽ TEE എന്താണെന്ന് നോക്കാം. TEE ആർ ഹെൽഡ് ഓൺ ജൂൺ ആൻഡ് ഡിസംബർ എവറി ഇയർ. TEE എന്ന് പറയുന്നത് ടേം ആൻഡ് എക്സാമിനേഷൻ എന്നാണ് മീൻ ചെയ്യുന്നത്. എല്ലാ വർഷവും ജൂണിലും ഡിസംബറിലുമാണ് ടേം ആൻഡ് എക്സാമിനേഷൻ IGNOU കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഓരോ 6 മാസ കാലയളവിനുള്ളിൽ. യു ക്യാൻ അപ്പിയർ എക്സാം സെമസ്റ്റർ വൈസ്. നിങ്ങൾക്ക് BB എന്ന് പറയുന്നത് സെമസ്റ്റർ വൈസ് എക്സാം ആണ്. അപ്പൊ നിങ്ങൾക്ക് സെമസ്റ്റർ വൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് അപ്പിയർ ചെയ്യാം. After successful completion of a coursework and getting pass grade in assignments, you are eligible to fill for exam form online for those courses. എന്താ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് വർക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തു, എല്ലാ അസൈൻമെന്റ്സിലും 35 or above 35% ഓഫ് മാർക്ക് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് TE എക്സാം എഴുതാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആണ്. അല്ലെങ്കിൽ TE എക്സാമിന്റെ ഫോം ഓൺലൈനിൽ അവൈലബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫില്ലിംഗ് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ എന്താണ്, എലിജിബിൾ ആണ്. TE forms needs to be filled online before the last dates. നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ IGNOU വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. വൺസ് അത് ഫില്ലിംഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ ആരും വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. കാരണം ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എക്സാം സെന്റേഴ്സ് ഒക്കെ
പെട്ടെന്ന് ഫില്ലായി പോകാനായിട്ടുള്ള ചാൻസസുകളുണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പേഴ്സ് എല്ലാം കംപ്ലീറ്റ്ലി അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ വൺസ് ലിങ്ക് ഓപ്പൺ ആയി എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഏർലിയസ്റ്റ് ഫോം ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജൂൺ എക്സാമിനാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 31 മാർച്ചാണ് ലാസ്റ്റ് ഡേറ്റ് വരിക. ഡിസംബർ എക്സാമിനാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 30th ഡിസംബർ ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരിക. അപ്പൊ ഒരിക്കലും പക്ഷെ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഫോം ഫില്ല് ചെയ്യുക. അതായത് ഒരു വിത്തിൻ 1 or 2 ഡേയ്സിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പാസ് മാർക്ക് ഓഫ് TE ഈസ് മിനിമം 35% ഓഫ് ഈച്ച് കോഴ്സ്. നമ്മൾ അസൈൻമെന്റിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ടിയുടെ പാസ് മാർക്ക് എന്ന് പറയുന്നതും 35% ആണ്. 100 മാർക്കിനായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. ആ 100 മാർക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 35% മാർക്ക് നിങ്ങൾ മേടിക്കണം. എല്ലാവരും 35% എന്ന് ഉദ്ദേശിക്കാതെ അതിന് മുകളിൽ മേടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ശ്രദ്ധിക്കുക. If you get less than 35% in TE for any course, you have to reappear the same exam the next TEE within 6 years of program. നിങ്ങൾക്ക് 35% ആണ് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിൽ കിട്ടിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സബ്ജക്ട് നിങ്ങൾ റീഅപ്പിയർ ചെയ്യണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പൊ നമുക്കറിയാം മാക്സിമം ഡ്യൂറേഷൻ ഫോർ കംപ്ലീറ്റിംഗ് BBA എന്ന് പറയുന്നത് 6 ഇയേഴ്സ് ആണ്. അപ്പൊ അതിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നിങ്ങളുടെ ഫെയിൽ ആയിട്ടുള്ള സബ്ജക്ട് എഴുതിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 parts. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ത്രൂ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ സിസ്റ്റം നടത്തുന്നത് TMA അല്ലെങ്കിൽ നിങ്ങൾ ട്യൂട്ടർ മാർക്ക് 2 ടൈപ്പിലാണ് ഇവാലുവേഷൻ സിസ്റ്റം പോകുന്നത്. ഒന്നാമത്തെ ഇവാലുവേഷൻ ആണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ. അത് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് വഴിയാണ് നിങ്ങളുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടക്കുന്നത്. പിന്നെ വരുന്നത് നെക്സ്റ്റ് ടേം ആൻഡ് എക്സാമിനേഷൻ വഴി. ടേം ആൻഡ് എക്സാമിനേഷനിൽ നിങ്ങളുടെ ഫൈനൽ റിസൾട്ട്, നിങ്ങൾക്ക് ഫൈനൽ ടേം ആൻഡ് എക്സാമിനേഷൻ 2 സിസ്റ്റം ഉണ്ട്. ഒന്നാമത്തെ അസൈൻമെന്റ്സ് വഴിയും നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ വഴിയാണ് നിങ്ങളുടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇഗ്നോ നിങ്ങൾ എത്രമാത്രം പഠിച്ചു അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾക്ക് ഓരോ കോൺസെപ്റ്റിനെ കുറിച്ച് അറിയാം എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ്. ഫൈനൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കിനെ 100% കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ അസൈൻമെന്റ്സ് 100-ലാണ്, ടേം ആൻഡ് എക്സാമിനേഷൻ 100-ലാണ്. അപ്പൊ രണ്ടും കൂടി ആകുമ്പോൾ 200 ആയി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണം, 100-ലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇഗ്നോ യൂസ് ചെയ്യുന്ന ടെക്നിക് എന്ന് പറയുന്നത് അസൈൻമെന്റ്സിൽ കിട്ടിയിരിക്കുന്ന മാർക്കിനെ 30%-ലോട്ടും കൺവേർട്ട് ചെയ്യും. നിങ്ങൾക്ക് റിട്ടേൺ എക്സാം വഴി അല്ലെങ്കിൽ TE വഴി കിട്ടിയിരിക്കുന്ന മാർക്കിനെ 70%-ലോട്ടും കൺവേർട്ട് ചെയ്യും. രണ്ടും കൂടി ക്ലബ് ചെയ്യുമ്പോൾ എന്തായി, ഔട്ട് ഓഫ് 100-ലോട്ട് തന്നെ നിങ്ങളുടെ മാർക്ക് എത്തും. അപ്പൊ അങ്ങനെയാണ് എന്ത് വരുന്നത്, 100-ലേക്ക് നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ മാർക്കും അസൈൻമെന്റ്സിന്റെ മാർക്കും കമ്പൈൻ ചെയ്ത് ഔട്ട് ഓഫ് 100 നിങ്ങളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യണത്. അപ്പോ അസൈൻമെന്റ്സിനായിക്കോട്ടെ ടേം ആൻഡ് എക്സാമിനേഷൻ ആയിക്കോട്ടെ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട്. ഇനി ഗ്രേഡിംഗ് ടേബിൾ ആണ് പറയുന്നത്. ഇഗ്നോക്ക് ഒരു 10 പോയിന്റ് ഗ്രേഡിംഗ് സിസ്റ്റം ആണ് ഉള്ളത്. അത് നമ്മള് എന്താ പറയാ, നമ്മുടെ നോർമൽ സ്കൂളിംഗ് സിസ്റ്റത്തിൽ നമ്മൾ കാണുന്നതാണ്. ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സിനും ടേം ആൻഡ് എക്സാമിനേഷനും ഈ സിസ്റ്റം തന്നെയാണ്, അല്ലെങ്കിൽ ഈ സ്കെയിൽ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. മോർ ദാൻ 85% നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡന്റ് ആണെന്ന് പറയും. അല്ല നമ്മള് 75 to 85 ആ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ നമ്മൾ A+ ഗ്രേഡ്. അങ്ങനെയാണ് ഒരു ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത്. അതിൽ താഴോട്ട് വരുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം D ആണ് നിങ്ങൾക്ക് മിനിമം വേണ്ട പാസ് മാർക്ക്. അതായത് 35 to 40 വേണം. ലെസ് ദാൻ 35 ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി മാറും, നിങ്ങൾ ഫെയിൽ ആയി മാറും. അവിടെ ഇപ്പോൾ F എന്ന് പറയുന്ന ഗ്രേഡാണ് നിങ്ങൾക്ക് കാണിക്കുക. ആബ്സെന്റ് ആണെങ്കിൽ AB എന്ന് കാണിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടേം ആൻഡ് എക്സാമിനേഷനെ കുറിച്ചിട്ടും നമ്മുടെ TEനെ കുറിച്ചിട്ടും പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്ന സെഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ സെഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കണം. അതായത് നിങ്ങളുടെ 6 മാസത്തെ സിലബസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവുക. അതിനോടൊപ്പം തന്നെ അസൈൻമെന്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ബ്രീഫ് ഔട്ട് ചെയ്ത് തരിക. ടേം ആൻഡ് എക്സാമിനേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു തരിക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ മാം, ഈ അസൈൻമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതിന്റെ
അതായത് ലൈക്ക് ഒരു 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണല്ലോ അവർ തരുന്നത്. അപ്പൊ അത് എപ്പോഴാണ് അത് റിലീസ് ചെയ്യുന്നത്? അത് നമ്മൾ എങ്ങനെ അറിയും? അത് നമുക്ക് ലേൺ വൈസിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഷെയർ ചെയ്ത് തരും. പ്ലസ് ഇഗ്നോയുടെ വെബ്സൈറ്റിലാണ് അവര് ഡൗൺലോഡ് ചെയ്ത് തരും. അതിന്റെ ലിങ്ക് ഉണ്ട്, അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഗ്നോയുടെ വെബ്സൈറ്റിൽ തന്നെ കയറി കഴിഞ്ഞാൽ കാണാം. അവിടെ കയറിയിട്ട് നമ്മുടെ BBAയുടെ ലിങ്കിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് കൂടാതെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരും, ഷെയർ ചെയ്ത് തരും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഉറപ്പ് വരുത്തണം, നിങ്ങളുടെ അസൈൻമെന്റ്സിന്റെ ഫുൾ അതോറിറ്റി എന്ന് പറയുന്നത് സ്റ്റഡി സെന്റർ ആണ്. അവരാണ് അതിന്റെ ഇവാലുവേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റഡി സെന്റർ ആയിട്ട് വൺസ് കണക്ട് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾക്ക് എഴുതാവുന്നതല്ലേ, ആപ്ലിക്കബിൾ അല്ലേ, ഞങ്ങൾക്ക് ആപ്ലിക്കബിൾ അല്ലേ. ചില സ്റ്റഡി സെന്റേഴ്സിന് ഏത് സബ്മിറ്റ് ചെയ്താലും കുഴപ്പമില്ലാത്തവരുണ്ട്. ചില സ്റ്റഡി സെന്റേഴ്സിന് അവർ ഉദ്ദേശിക്കുന്ന അസൈൻമെന്റ് തന്നെ ലഭിക്കണമെന്ന് നിർബന്ധമുള്ളവരുണ്ട്. അപ്പൊ അവരായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വൺസ് എഴുതുന്നതിന് മുമ്പ് അവരായിട്ട് കൺസൾട്ട് ചെയ്യുക. ഈ പേപ്പർ എഴുതട്ടെ, ഇപ്പൊ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ്, ഇത് എഴുതി തുടങ്ങട്ടെ എന്നുള്ള രീതിയിൽ അവരോട് ചോദിക്കുക. വൺസ് അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുതി തുടങ്ങാം. അത് എപ്പോഴാണ് നമ്മൾ ചോദിക്കേണ്ടത്? ഐ മീൻ അത് ഇപ്പം നിങ്ങൾക്ക് ജനുവരിയിലെ ജനുവരി നിങ്ങൾക്ക് ഇപ്പോ മാർച്ച് 31 കൂടിയിട്ടാണ് നിങ്ങൾക്ക് ജൂണിലെ എക്സാം വരുമ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് വരിക. അതിനോടൊപ്പം അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഫെബ്രുവരി ടൈമോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫെബ്രുവരി മാർച്ചോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫെബ്രുവരിയോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റഡി സെന്റർ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചില സ്റ്റഡി സെന്റേഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റുഡൻസിന് ഇൻഫർമേഷൻ പാസ് ചെയ്യാറുണ്ട്. ചില സ്റ്റഡി സെന്റേഴ്സ് അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾ അങ്ങോട്ട് ഫ്രീക്വന്റ്ലി കണക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് കോൾ ചെയ്തിട്ട് അവരോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് മെയിൽ ചെയ്തിട്ട് എങ്ങനെയാണ്? ചിലവര് കോൾസ് അറ്റൻഡ് ചെയ്യും, ചിലവരടുത്ത് ഡയറക്റ്റ് ആയിട്ട് പോകേണ്ട സിറ്റുവേഷൻ വരും, ചിലടത്ത് മെയിൽ അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടും. അപ്പൊ ഈ 3 മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്ത് നോക്കുക. അല്ലെ, നമ്മളിപ്പോ അബ്രോഡുള്ള ആളുകൾക്ക് ഇപ്പം പോകാനുള്ള, അല്ലെങ്കിൽ വേറെ ആരും പോയി ചോദിച്ചാലും മതി അല്ലേ? വേറെ ആര് പോയി ചോദിച്ചാലും ഇഷ്യൂസ് ഇല്ല കേട്ടോ. ഓക്കെ താങ്ക് യു. താങ്ക് യു. അതായത് ഇഗ്നോന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്ത് നോക്കിയപ്പോ അതിൽ BBA ഞാൻ ടൈപ്പ് ചെയ്തിടാം, ഞാനൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്താല് ഡിപ്ലോമ സർട്ടിഫിക്കറ്റും, സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്താല് അഡ്വാൻസ്ഡ് ഡിപ്ലോമ, തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്താല് ഗ്രാജുവേഷനും കിട്ടുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്യുന്ന കോഴ്സിന് നിലവിലുണ്ടോ? ഉണ്ട്. അതെല്ലാ കോഴ്സിനും ഇഗ്നോ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയർ വെച്ചിട്ട് നിങ്ങൾ കിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആയിട്ടായിരിക്കും കിട്ടുക. സെക്കൻഡ് ഇയറിലാണ് പോകുന്നതെങ്കിൽ അഡ്വാൻസ് ഡിപ്ലോമ, 3 വർഷം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അതായത് ഞാൻ 2 വർഷം കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് അഡ്വാൻസ്ഡ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നെ ഒരു 4 വർഷത്തിന് ശേഷം എനിക്ക് ആ അഡ്വാൻസ്ഡ് ഡിപ്ലോമ വെച്ചിട്ട് തേർഡ് ഇയറിലേക്ക് കയറാൻ പറ്റുമോ? അങ്ങനെ ഒരു ഓപ്ഷനെ കുറിച്ചിട്ട് സ്റ്റഡി സെന്റർ ആയിട്ട് തന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്ത് ചോദിക്കേണ്ടി വരും, അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണോ എന്നുള്ളത്. കാരണം നിങ്ങൾ വൺസ് അവിടെ വെച്ചിട്ട് ക്വിറ്റ് ചെയ്ത് പോയതാണല്ലോ. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ രണ്ടാമത് വീണ്ടും വന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് റെസ്യൂം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ കറസ്പോണ്ടിങ് സ്റ്റഡി സെന്റർ ഏതാണോ അവിടെ തന്നെ നിങ്ങൾ ചോദിക്കേണ്ടി വരും. നിലവിലുള്ള MBA ഒക്കെ അങ്ങനെ ചെയ്തൂടെ? MBAയുടെ കാര്യത്തിന് ഇപ്പോ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ വെച്ചിട്ട് പോകാൻ വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അവിടെ വെച്ചിട്ട് നിങ്ങൾ ക്വിറ്റ് ചെയ്ത് പോയിരിക്കുകയാണ് ആ പ്രോഗ്രാം. അവിടെ വെച്ചിട്ട് നിങ്ങൾ ക്വിറ്റ് ചെയ്തു, അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ പോയി പിന്നെ തിരിച്ചു വന്ന് പിന്നെ വീണ്ടും അത് റെസ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഓപ്ഷൻ എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു നമ്മളുടെ അറിവിൽ അങ്ങനെ ആരും അങ്ങനെ ഒരു ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾ അവിടെ വെച്ചിട്ട് പ്രോഗ്രാം വേണ്ടാന്ന് വെച്ച് പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് തന്നിരിക്കുന്നത്, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അവിടെ തന്നിരിക്കുന്നത്. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തിരിച്ചു വന്ന് വീണ്ടും റെസ്യൂം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സ്റ്റഡി സെന്റർ ആയിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് അവരത് ഓക്കെ ആണോ എന്നുള്ളത് ചോദിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. ലാറ്ററൽ എൻട്രി എന്ന ഓപ്ഷൻ അല്ലേ? അത് സ്റ്റഡി സെന്റർ ആയിട്ടൊന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്തോളൂ. എക്സാമിന്റെ രീതികളൊന്ന് പറയുക. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പാർട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും, എത്ര പാർട്ട് ഉണ്ടാവും? എക്സാമിന് നമ്മളൊരു എക്സാം സ്പെഷ്യൽ സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യും. അതായത് ജനറലി 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾക്ക് വരിക. അതിൽ ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് ആയിരിക്കും വരിക.
അങ്ങനെ ബേസിക്കലി 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. പിന്നെ ആ സമയമാകുമ്പോൾ എക്സാമിന്റെ ഒരു പാറ്റേൺ, അതായത് ഇപ്പൊ BBA എന്ന് പറയുന്ന സബ്ജക്ട് കഴിഞ്ഞ വർഷമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോഴത്തെ ഫസ്റ്റ് സെമ്മുകാർ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഐഡിയ പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. അപ്പൊ ജനറലി നമുക്ക് പറയാനുള്ളത് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ 20 മാർക്ക് ആയിരിക്കും വരിക. അപ്പൊ ഒരു അങ്ങനെ എന്താണ് 20 മാർക്ക് ആകുമ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരിക. ഇനി അതിൽ ഷോർട്ട് നോട്ട്സ് ടൈപ്പ് വരുമോ, അങ്ങനെ എങ്ങനെയാണ് പാറ്റേൺ എന്നുള്ളത് ഈ വർഷം ഇപ്പോഴത്തെ ഫസ്റ്റ് സെമ്മുകാർ എഴുതുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എക്സാം പാറ്റേൺ എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലേണേഴ്സിന്റെ ഭാഗത്തു നിന്ന് തന്നെ നിങ്ങൾക്കൊരു എക്സാം സ്പെഷ്യൽ സെഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ. അതുപോലെ എക്സാം ടൈം ടേബിൾ അപ്പം എക്സാമിന് എത്ര നാൾ മുമ്പ് വരുമായിരിക്കും? ഒരു എക്സാം ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഇഗ്നോ ഫോളോ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഷീറ്റ്, അതായത് ഇഗ്നോ എക്സാമിന് മുമ്പായിട്ട് ഒരു 3-4 ഡേറ്റ് ഷീറ്റുകൾ ടൈം ടേബിളുകൾ ഇറക്കും. ആദ്യം ഒരു മോഡല് ഒരു ടൈമിംഗ് വെച്ചിട്ട് ചെയ്യും, ഡേറ്റ്സ് വെച്ചിട്ട് ചെയ്യും. പിന്നീട് അതിൽ ഇങ്ങനെ മോഡിഫിക്കേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കും. വൺസ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യണത് എക്സാം തുടങ്ങുന്നതിന്റെ 1 or 2 വീക്സ് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ടൈം ടേബിൾ അവൈലബിൾ ആവും. ആ ടൈം ടേബിളിൽ കറക്റ്റ് മീൻസ് ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. ആ ഹോൾ ടിക്കറ്റിൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു മോഡൽ ടൈം ടേബിൾ അല്ലെങ്കിൽ ഏകദേശം ഒരു ഐഡിയ പ്രകാരമുള്ള ടൈം ടേബിൾ ഇഗ്നോ ഇറക്കിയിട്ടുണ്ടായിരിക്കും, റിലീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിലിങ്ങനെ സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ചസുകൾ വരുത്തും. ചിലപ്പോൾ ഒരു ഡേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോൾ ടിക്കറ്റിൽ ഉണ്ടായിരിക്കും ടൈം ടേബിൾ. അതിൽ പിന്നെ ചേഞ്ചസുകളൊന്നും ഉണ്ടായിരിക്കില്ല. ഇനി ആർക്ക് ഡൗട്ട് ഇല്ല എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കറസ്പോണ്ടിങ് മെന്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, അവരായിട്ട് ചോദിക്കാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അസൈൻമെന്റിന്റെ കാര്യത്തിലായാലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആയിട്ട് എപ്പോഴും നിങ്ങളൊരു കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ നമ്മുടെ സെഷന്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് പോവുകയാണ്. നമ്മൾ ആക്ഷൻ ടാസ്ക്, നിങ്ങൾക്ക് എല്ലാ സെഷൻസിലും ഓരോ ആക്ഷൻ ടാസ്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാ ആക്ഷൻ ടാസ്കും ഫില്ലിങ് ചെയ്ത് നിങ്ങളുടെ മെന്റേഴ്സിന് നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നു. ഇന്നും നിങ്ങൾക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. അപ്പൊ ആക്ഷൻ ടാസ്ക് നിങ്ങൾ അതിന്റെ എന്താ പറയാ പർപ്പസ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാണ് കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊരു ക്ലാസ് ടീച്ചറാണ്, BBAയുടെ ക്ലാസ് ടീച്ചറാണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആ ഇമാജിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ സബ്ജക്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സെം സബ്ജക്ട്, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഇയർ സബ്ജക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഇയർ സബ്ജക്ട് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് സ്നേഹ മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു വർഷത്തേക്ക് ഫസ്റ്റ് ഇയറിലേക്കുള്ള സബ്ജക്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് നല്ലൊരു പ്ലാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആക്ഷൻ ടാസ്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളൊരു ക്ലാസ് ടീച്ചർ എന്ന രീതിയിലാണ് നിങ്ങളിത് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താണ് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെൻഷൻ BBA ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ്, BBAയുടെ ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ള മെൻഷൻ ചെയ്യുക. പിന്നെ ടൈം ഫോർ സബ്ജക്ട്സ്, സബ്ജക്റ്റിന് വേണ്ടിയിട്ട് എത്ര ടൈമാണ് നിങ്ങൾ അലോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കുക. നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ആക്ഷൻ ടാസ്ക്. അപ്പൊ അതിന്റെ പർപ്പസ് മനസ്സിലാക്കി, മീനിങ് മനസ്സിലാക്കി നിങ്ങൾ അത് ചെയ്യുമെന്നും നിങ്ങളുടെ മെന്റേഴ്സിന് പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ അത് അയച്ചു കൊടുക്കുമെന്ന് അല്ലെങ്കിൽ എത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ സെമസ്റ്റർ വൈസും ഇയർ വൈസും ആയിട്ട് എഴുതുമ്പോ അതെങ്ങനെ അതിന്റെ ഒരു സിസ്റ്റം? സെയിം തന്നെയാണ് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ വൈസ് വരുമ്പോൾ നിങ്ങൾ ആ 8 സബ്ജക്ട്സ് ഒരുമിച്ച് എഴുതും, അത്രേ വരുന്നുള്ളൂ. ഇയർ വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സെം വൈസ് വരുമ്പോൾ നമുക്ക് ആ 4 സബ്ജക്ട്സ് കവർ ചെയ്ത് പോവാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പറയുക. അതാകുമ്പോൾ നമുക്ക് ഈ ഒരുമിച്ച് സബ്ജക്ട്സ് പഠിക്കുന്നതിനെക്കാട്ടും എളുപ്പം അതല്ലേ. പിന്നെ നോർമലി നിങ്ങൾക്ക് എന്താണ് പുറത്തുള്ളവരുണ്ട്, ലീവിനൊക്കെ വരാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവരെന്താ ഇയർലി സാധാരണ ചൂസ് ചെയ്യാറുണ്ട്. അതും കുഴപ്പമില്ല. 8 സബ്ജക്ട്സ് നമ്മൾ ഒരുമിച്ച് എഴുതുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫസ്റ്റ് സെം ഈ ജൂണിൽ എഴുതാം, അല്ല എങ്കിൽ ഇയർ ഹോൾ ഫസ്റ്റ് ഇയറിലെ മൊത്തം സബ്ജക്ട്സ്, അതായത് 8 സബ്ജക്ട്സും കൂടെ ഡിസംബറിൽ എക്സാം എഴുതാൻ പറ്റും. അതായത് സെക്കൻഡ് സെം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന എക്സാം സൈക്കിൾ ഉണ്ടല്ലോ, ഡിസംബറിൽ നമുക്ക് എഴുതാൻ പറ്റും. അസൈൻമെന്റ് പ്രോപ്പർ ടൈമിൽ സബ്മിറ്റ് ചെയ്യണ്ടേ?
അസൈൻമെന്റ് പ്രോപ്പർ ടൈമിൽ വെച്ച് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. അതായത് 4 വെച്ച് പോകാം. അല്ല എങ്കിൽ നമുക്ക് അത് നോർമലി എന്താ സ്റ്റഡി സെന്ററിനോട് ഒന്ന് കൺഫേം ചെയ്തിട്ട് നമുക്ക് അതിന്റെ കാര്യത്തിൽ എന്താ ഒന്ന് കൺഫേം ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ. കാരണം നോർമലി നമുക്ക് എപ്പോഴും പറഞ്ഞു, ഇപ്പൊ ഡിസംബറിൽ എക്സാം എഴുതുവാണെങ്കിൽ നമ്മൾ ഡിസംബറിൽ എക്സാം എഴുതുന്നവർക്ക്, അതായത് ഫസ്റ്റ് സെമ്മുകാരുണ്ടല്ലോ, ജൂലൈയിൽ അഡ്മിഷൻ എടുക്കുന്നവര് BBA-ക്കാർ, അപ്പൊ അവരുടെ അപ്ഡേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ മിക്കവാറും നമ്മൾ എഴുതേണ്ടി വരും. ഇപ്പൊ നിങ്ങൾക്ക് റിലീസ് ചെയ്ത് ഇഷ്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണമെന്നില്ല. നോർമലി നമുക്ക് എന്താ ഓരോ സെമ്മിലും ഇഗ്നോ പുതിയ അപ്ഡേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിലീസ് ചെയ്യും. നമ്മൾ സാധാരണ അത് എഴുതാനാണ് നോർമലി എല്ലാ സ്റ്റഡി സെന്റേഴ്സും പറയുന്നത്. ബട്ട് നമ്മൾ എന്താണ് സ്റ്റഡി സെന്ററിൽ ഒന്ന് കൺഫേം ചെയ്തിട്ട് അസൈൻമെന്റിന്റെ കാര്യം എന്തും എഴുതാവും. അവര് പറയുക സാരമില്ല പഴയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എഴുതാൻ പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ അത് എഴുതാവൂ. ഇപ്പൊ നോർമലി നല്ല ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് സെമ്മിലെ അസൈൻമെന്റ്സ് അങ്ങ് എഴുതി വെക്കും. അതും നമുക്ക് എന്താ സ്റ്റഡി സെന്ററിനോട് എന്താണേലും ഒന്ന് കൺഫർമേഷൻ മേടിച്ചിട്ട് കേട്ടോ. അഥവാ ഈ സപ്ലൈ കിട്ടിയാൽ വർഷത്തിൽ 2 തവണ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടാകുമോ ഈ ഒരു മെത്തേഡ് ഉണ്ടാകുമ്പോ? അതെ അതിനൊന്നും പ്രശ്നമില്ല. സപ്ലി വന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അടുത്ത സെമ്മിൽ തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത സെമ്മിൽ അസൈൻമെന്റ് തന്നെ അന്നേരം ക്ലിയർ റിപ്പീറ്റ് ചെയ്യല്ലേ? ചെയ്യേണ്ടി വരത്തില്ല കേട്ടോ. അതായത് അടുത്ത വർഷം വരെ കാത്തിക്കണ്ടല്ലേ? കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ അത് അപ്ലൈ എഴുതാനായിട്ട് നിങ്ങൾ ഓക്കെ ആവുന്നത്, അതായത് 6 വർഷത്തിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നേ ഉള്ളൂ. അല്ല, സാധാരണ മറ്റു ഡിഗ്രികളിലൊക്കെ നമുക്ക് അടുത്ത വർഷം വരെ കാത്തിക്കണ്ടേ? ഇത് നിങ്ങൾ നെക്സ്റ്റ് സെമ്മിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. നമ്മളത് പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ലെസ് ദാൻ 35% ഓഫ് മാർക്ക് വരികയാണെങ്കിൽ വിത്തിൻ 6 ഇയേഴ്സിന്റെ ഉള്ളിൽ തന്നെ, അതായത് മാക്സിമം ഡ്യൂറേഷൻ അതാണ്, അതിന്റെ ഉള്ളിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അസൈൻമെന്റ് നമ്മൾ നേരിട്ട് സബ്മിറ്റ് ചെയ്യണോ? അസൈൻമെന്റ് നിങ്ങൾക്ക് അബ്രോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ത്രൂ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. പക്ഷെ അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കണം. അതായത് വൺസ് അവിടെ നിന്ന് നിങ്ങൾ കൊറിയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ എത്തുന്നവരെ അതിന്റെ കറക്റ്റ് ഫോളോ അപ്പ് നിങ്ങൾ ലേണേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് കൊടുത്ത് ആരെങ്കിലും നാട്ടിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്ത് അവരോട് സബ്മിറ്റ് ചെയ്യാനോ ഒക്കെ പറയാം. നിങ്ങൾ ഇൻ പേഴ്സൺ ആയിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെല്ലണമെന്ന് ഒരു നിർബന്ധവും പറയുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ അസൈൻമെന്റിന്റെ കാര്യത്തില് നിങ്ങൾ സ്റ്റഡി സെന്റർ ആയിട്ട് കണക്ട് ചെയ്യുക, അവരോട് നിങ്ങളുടെ കൺസേൺ പറയുക, എനിക്ക് ഇങ്ങനെ വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്, ഇങ്ങനെ വേറൊരാളുടെ കയ്യിലോ ബൈ കൊറിയർ ആയിട്ടോ ചെയ്യുന്നതുകൊണ്ട് ഇനി ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുക. വൺസ് അവർ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. ഓക്കെ, ഹലോ മാം. ഹലോ മാം, ഞാനിപ്പോ ബാക്ക് ഷിഫ്റ്റ് ആയതാണല്ലോ, അപ്പൊ കഴിഞ്ഞ ഡിസംബറിൽ ഞാനൊരു സം എഴുതേണ്ടതാ ശരിക്കും. അപ്പൊ സ്റ്റഡി സെന്ററിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എഴുതാൻ പറ്റാണ്ടുന്നത്. അപ്പൊ ഞാൻ ഈ ജൂലൈയിൽ 2 സം എഴുതണോ അല്ലെങ്കിൽ ഫസ്റ്റ് സം എഴുതിയാൽ മതിയോ? അതൊക്കെ ഫാത്തിമയുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് 6 വർഷത്തിന്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നേ ഉള്ളൂ. ഫാത്തിമയ്ക്ക് ഇത് 2 സെമ്മോ എഴുതാനായിട്ട് ഫാത്തിമ ഓക്കെ ആണെങ്കിൽ യു ക്യാൻ പ്രൊസീഡ്. അല്ലെങ്കിൽ ഫാത്തിമയ്ക്ക് ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് സെം മാത്രമേ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ ജൂലൈ ആകുമ്പോഴത്തേക്കും നമ്മളെ ആപ്പിൽ ഈ ഫസ്റ്റ് സെമ്മിന്റെ ക്ലാസ് അല്ലേ കിട്ടുള്ളൂ? എന്താ ഈ ജൂലൈയിലെ സം വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ലേൺ വൈസിന്റെ ഫസ്റ്റ് സെമ്മിന്റെ ക്ലാസ് അല്ലേ കിട്ടുള്ളൂ? ബാച്ച് ഷിഫ്റ്റ് എടുത്ത കാരണം കൊണ്ട്, ജാനുവരി ബാച്ചിലോട്ട് ഷിഫ്റ്റ് ചെയ്ത കാരണം കൊണ്ട് അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിന്റെ, അതായത് അവരുടെ സിസ്റ്റം പ്രകാരമല്ലേ ഫോളോ ചെയ്യുന്നത്, അതേ കിട്ടും. അപ്പൊ നമ്മൾ ഈ കോഴ്സ് പിന്നെ കുറച്ച് ടൈം എടുത്തിട്ട് തീർക്കുമ്പോ സർട്ടിഫിക്കറ്റിൽ അങ്ങനെ എന്തെങ്കിലും ടൈം കാണിക്കുക? അങ്ങനെയൊന്നും മെൻഷൻ ചെയ്യില്ല. അത് ഇഗ്നോ തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അവിടെ അങ്ങനെ ഒരു മെൻഷൻ ചെയ്യില്ല 6 വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്, അങ്ങനെ രീതിയിലൊന്നും മെൻഷൻ ചെയ്യില്ല. സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. മാം, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. മാം, ഈ എക്സാം 4 സബ്ജക്റ്റ് ആണല്ലോ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ എഴുതുന്നത്. അപ്പൊ ഈ 4 എക്സാംസ് ഡേറ്റ്സ് അടുത്തടുത്താണോ ഉണ്ടാവുക? അതായത് ഇപ്പൊ നമ്മൾ എബ്രോഡിൽ നിന്ന് ലീവ് എടുത്ത് അതായത് സ്പ്രെഡ് ആയിട്ടായിരിക്കും. അടുപ്പിച്ച് ഇപ്പൊ 12, 13, 14 അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. അത് ഓൾറെഡി ഓൺ ബോർഡിംഗ് മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. സ്പ്രെഡ് ആയിട്ടായിരിക്കും കിടക്കുക. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിരിക്കും. 12-ാം തീയതി ഒരു 7 ദിവസമൊക്കെ മാക്സിമം ഒരു 1 വീക്ക് ഒക്കെ നമുക്ക് ലീവ് കിട്ടാറുള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു 2 എക്സാം കണ്ടിന്യൂസ് അടുപ്പിച്ചിട്ട് എക്സാം കഴിയുന്ന പോലെ അങ്ങനെ വരാറില്ല. കാരണം സ്പ്രെഡ് ചെയ്തിട്ടാണ് കിടക്കാറുള്ളത്.
ഒരു 1 മന്ത് ഒക്കെ എടുക്കും. അതായത് ചിലപ്പോൾ ഒരു സെക്കൻഡ് വീക്കിലൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു 3 വീക്ക് ഒക്കെ എടുത്തിട്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് വരിക. ചിലപ്പോൾ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ചിലപ്പോൾ 5 ദിവസം കഴിഞ്ഞതിന് ശേഷവും അടുത്തൊരു എക്സാം വരുന്നത്. അങ്ങനെയാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് മാറ്റം വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇതുവരെ അങ്ങനെയാണ് വരുന്നത്. അതായത് ഒരു 1 മന്ത് ആണ്, ഒരു മന്ത് മുഴുവൻ എക്സാമിന് വേണ്ടിയിട്ടാണ് വരിക. ജൂൺ ആണെങ്കിൽ ജൂൺ, ഡിസംബർ ആണെങ്കിൽ ഡിസംബർ. ഒരു ഒറ്റ സ്ട്രെച്ച് ഒരു 7 ഡേയ്സിലോ അല്ലെങ്കിൽ 4 ഡേയ്സിന്റെ ഉള്ളിലോ കംപ്ലീറ്റ് ചെയ്യാറില്ല. ഓക്കെ, ഇപ്പൊ 7 ഡേയ്സ് കാരണം ഇപ്പൊ ഒരു ടെന്റേറ്റീവ് രണ്ട് ഡേറ്റ് വരുമല്ലോ, ഇഗ്നോയുടെ കാരണം ടെന്റേറ്റീവ് എല്ലാ ഡേറ്റ് വരും. അതനുസരിച്ച് എക്സാംസുകളും നോക്കിയിട്ടേ ലീവ് ഒക്കെ നിങ്ങൾ കാരണം അറേഞ്ച് എല്ലാ ചെയ്താൽ മതി. എക്സാംസുകളും എല്ലാ എക്സാംസുകളും കണ്ടക്ട് ചെയ്യുന്നത് ഇതിനൊക്കെ ജൂണും ഡിസംബർ ആണ്. അപ്പൊ എല്ലാം ഉണ്ട്. അപ്പൊ അവർക്ക് ഓരോ ഡേയ്സും ആ എക്സാംസുകളൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെയാണ് വരിക. നമ്മൾ ഓൾറെഡി ഓൺ ബോർഡിംഗ് മീറ്റിംഗിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കാര്യം. ഓക്കെ. അപ്പൊ എനിക്ക് 2 സബ്ജക്ട് വേണമെങ്കിൽ 2 അടുപ്പിച്ചുള്ള ഡേറ്റിലുള്ള 2 എക്സാം എഴുതിയിട്ട് പിന്നെ എനിക്ക് അടുത്ത ലാസ്റ്റ് ഡിസംബറിൽ വന്നിട്ട് ബാക്കിയുള്ള കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അല്ലെ? ഫസ്റ്റ് സെമ്മിൽ അങ്ങനെ എക്സാം ചെയ്യാൻ ഒന്ന് ചെയ്താൽ മതി. 6 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് റിസൾട്ട് ഒക്കെ അപ്പൊ എത്ര നാളിനുള്ളിൽ വരുമായിരിക്കും? ഇപ്പൊ ജൂണിൽ ഇപ്പൊ എക്സാം എഴുതി, അത് റിസൾട്ടിന്റെ പറയുന്നത് വിത്തിൻ 45 ഡേയ്സിന്റെ ഉള്ളിലാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുക. അതിപ്പോ എല്ലാവരുടെയും അറ്റ് എ ടൈം ഒരുമിച്ച് തന്നെ റിസൾട്ട് വരണമെന്ന് നമ്മളിപ്പോ പബ്ലിക് എക്സാം പോലെ 10th അറ്റ് എ ടൈം എല്ലാവരും ഒരുമിച്ച് റിസൾട്ട് വരിക, അങ്ങനെ ഒരു സിസ്റ്റം അല്ല വരുന്നത്. ഇഗ്നോ വാല്യുവേഷൻ കഴിയുന്നതിനനുസരിച്ചിട്ട് ഓരോ സബ്ജക്റ്റുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അസൈൻമെന്റ്സിന്റെ ആയിക്കോട്ടെ, നമ്മുടെ സബ്ജക്ട്സിന്റെ ആയിക്കോട്ടെ, അങ്ങനെയാണ് വരിക. അപ്പൊ വിത്തിൻ 45 ഡേയ്സ് ആണ് ഇഗ്നോ പറയുന്ന ഡേറ്റ്. എക്സാം കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്കിൽ, അതായത് നമ്മുടെ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ തന്നെ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. ആ ലിങ്കിൽ കയറിയിട്ട് റിസൾട്ട് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഈ അസൈൻമെന്റ്സിന്റെ റിസൾട്ട് നമ്മുടെ സ്റ്റഡി സെന്ററിൽ തന്നെ പോയി വെരിഫൈ ഇല്ല, ചെയ്യണ്ടേ? അതൊക്കെ ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അത് ഇപ്പൊ ഇഗ്നോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അതായത് എക്സാമിന് മുമ്പേ ഈ അസൈൻമെന്റ്സിന്റെ മാർക്ക് വരുന്നുണ്ടെങ്കിലും അങ്ങനെ നോർമലി വരാറില്ല. അസൈൻമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. രണ്ടും കൂടി ഒരുമിച്ചൊക്കെ വരുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇതില് ഇപ്പോ ഡിസംബറിലാണ് 2 സെമസ്റ്റർ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജൂണില് ഓൾറെഡി 4, അതായത് ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാം ഉണ്ടാവുമല്ലോ. അതെ. അപ്പൊ ഡിസംബറിൽ ഒരുമിച്ച്, അതായത് ഫസ്റ്റ് സെമസ്റ്റർ ജൂണിൽ എഴുതാത്ത ആളുകള് ഡിസംബറിൽ ഒരുമിച്ച് എഴുതുമ്പോ ക്വസ്റ്റ്യൻ പേപ്പറോ അത് വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും? ഒരിക്കലും ജൂണിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസംബറിൽ വീണ്ടും കൊടുക്കില്ലല്ലോ. അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ഈ ആ സമയത്ത് ഇഗ്നോ ഈ സെക്കൻഡ് സെമസ്റ്റർ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ, അതല്ല ഈ 2 സെമസ്റ്ററിന്റെയും ആ സമയത്തും എക്സാം നടക്കും? ജൂലൈയിൽ അഡ്മിഷൻ എടുക്കുന്നവരുണ്ടല്ലോ, ജൂലൈയിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവര്. അതെ, എല്ലാ 6 മാസവും നമുക്ക് എക്സാം ഉണ്ട്. എല്ലാ 6 മാസവും എല്ലാവർക്കും എക്സാം ഉണ്ട്. ഓക്കെ. അല്ല, ഞാൻ ഈ ജനുവരിയിലാണ് ഇപ്പൊ അഡ്മിഷൻ എടുക്കുക. ഡിസംബറിലാണ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ഒരുമിച്ച് സെമസ്റ്റർ ഇവിടുന്ന് വരാൻ ഏറ്റവും നല്ലത് 1-2 മാസം വരെ ഒരുമിച്ച് എക്സാം എഴുതാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഈ അസൈൻമെന്റ് ഏത് ഫോമിലാണ് വരണേ? അസൈൻമെന്റ്സ് A4 ഷീറ്റിലാണ് എഴുതേണ്ടത്. ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. A4 ഷീറ്റിൽ എഴുതിയിട്ട് അത് സബ്മിറ്റ് ചെയ്യാം അല്ലെ? ഓക്കെ, സബ്മിറ്റ് ചെയ്യുക. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ശരി. ഈ BBA മലപ്പുറത്ത് സ്റ്റഡി സെന്റർ കൂടുതലില്ല, ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് ഈ കോഴ്സ് ഓഫർ സ്റ്റഡി സെന്ററിൽ അതിൽ കാണിക്കണില്ല, കോഴ്സ് റിട്ടേൺ എഴുതി വെച്ചിട്ടില്ല. അതായത് BBA കഴിഞ്ഞ വർഷം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്ഡേറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇഗ്നോന്റെ സൈറ്റിൽ അപ്പൊ അപ്ഡേറ്റ് ആവും മിക്കവാറും. അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് വരും. ഓക്കെ, ശരി. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലെ? ഇനി നമുക്ക് ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ആയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ആക്ഷൻ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ മറക്കല്ല. ഇത്രയും ദിവസം ചെയ്ത പോലെ തന്നെ നിങ്ങൾ കഴിവതും നാളെ എത്രയും നേരത്തെ അയക്കാമോ ആ രീതിയിൽ നിങ്ങളുടെ മെന്റേഴ്സിന് ആക്ഷൻ ടാസ്കും അയച്ചു കൊടുക്കുക. ഓൾമോസ്റ്റ് പോർഷൻ കാര്യങ്ങൾ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തൊന്ന് ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും ക്ലിയർ ആകാനുണ്ടോ എങ്കിൽ, എന്തെങ്കിലും ഇനി മുന്നോട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുവാണെങ്കിൽ അങ്ങനെ നോക്കൂ കേട്ടോ.